ഗുഡ് ഈവനിങ് ആൾ. ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. നേരം വെളുത്തപ്പോൾ തന്നെ നമുക്കൊരു സങ്കടവാർത്തയായിരുന്നു. പ്രത്യേകിച്ച് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു മഹനീയ വ്യക്തിത്വമാണ് നമ്മുടെ സെബാസ്റ്റ്യൻ സാറ്. അദ്ദേഹം ഇന്ന് നമ്മളുടെ കൂടെ ഇല്ല. തീർച്ചയായും ട്രെയിനിങ് ലോകത്ത് പ്രത്യേകിച്ച് സാധാരണക്കാരൻ്റെ മനഃശാസ്ത്രം എന്ന് പറയപ്പെടുന്ന ടി എയുടെ ഒരു വക്താവ് എന്ന നിലയിൽ ഒത്തിരി സ്റ്റുഡൻസ് സാറിനുണ്ട്. അങ്ങനെ ഒരു സ്റ്റുഡൻ്റ് ആകാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ആ സങ്കടത്തിൽ നമുക്കെല്ലാവർക്കും സാറിനോട് കൂടി ചേരാം. മരണം ഒരു അനിവാര്യമാണ്, അതുകൊണ്ട് അതിനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല എന്നുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സാറിൻ്റെ ആത്മാവിന് ശാന്തി നേരാം. ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ബിനോയ് സാറാണ്. സാറ് വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു ട്രെയിനറാണ്. ട്രെയിനർ എന്ന് വെച്ചാൽ ഇൻ്റർനാഷണലി അക്രഡിറ്റഡ് സർട്ടിഫൈഡ് ട്രെയിനറാണ്. NLPയുടെയും അതുപോലെ തന്നെ യോഗയുടെയും ട്രെയിനിങ്ങുകൾ വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ബിനോയ് സാറിനെ ഞാൻ മാറ്റ്നി ഫ്രീ വെബിനാറിൻ്റെ ഈ വേദിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സാർ. ബിനോയ് സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എന്നിട്ട് ഒന്ന് പറഞ്ഞോളൂ. ഞാൻ സാറ് ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു, എങ്കിൽ പോലും പറയാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, തുടർച്ചയായിട്ട് കാണുന്ന മുഖങ്ങളും കാണുന്നുണ്ട്. എന്തായാലും പരിചയമുള്ള മുഖങ്ങൾ കാണുന്നതിൽ വളരെയധികം സന്തോഷം. ജ്യോതികുമാർ സാറ്, നാരായണേട്ടൻ, രൂപേഷ്, DC മാഡം, അങ്ങനെ ഒട്ടനവധി ആളുകൾ ഇതിലുണ്ട്, അറിയാവുന്നവരുണ്ട്. വളരെയധികം സന്തോഷം. ഞാൻ എറണാകുളം ജില്ലാ സ്വദേശിയാണ്. നോർത്ത് പറവൂരാണ് എൻ്റെ സ്ഥലം. ബേസിക്കലി ഒരു MBA HR ഗ്രാജുവേറ്റ് ആണ്. അവസാനമായി വർക്ക് ചെയ്തത് ഒരു HR മാനേജറായിട്ടായിരുന്നു, ഒരു അപ്കമിങ് മെഡിക്കൽ കോളേജിലായിരുന്നു. അതിനുശേഷം ഈ ഇക്കിഗായി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ലൈഫ് പർപ്പസ്. നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് മനസ്സിലാക്കിയ ഒരാൾ പിന്നെ അതിലേക്ക് എടുത്തു ചാടും. അങ്ങനെ എടുത്തു ചാടി അബദ്ധങ്ങളൊക്കെ പെട്ട ഒരാൾ തന്നെയാണ്. അതാദ്യം പറഞ്ഞുകൊള്ളട്ടെ. കാരണം അങ്ങനെ എടുത്തു ചാടുകയും ആ ജീവിതത്തില് നമ്മള് സ്ഥിരമായി വരുമാനം ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ജീവിതത്തിന്റെ ഒരു പർപ്പസ്, അതല്ലെങ്കിൽ ലക്ഷ്യം ഇതാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് കിടന്നപ്പോൾ ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ പോകേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ NLP എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങളോട് പറയുമ്പോൾ എന്റെ ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ആ ഒരു പൊസിഷനിൽ നിന്നും താഴോട്ടിറങ്ങി വളരെ വർഷങ്ങളോളം, ഏകദേശം ഒരു 15 മേലെ വർഷം, 2000 ആണ്ടിൽ തുടങ്ങിയ പഠനമാണ്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് തീരുന്നില്ലെന്നേ, എന്ത് ചെയ്യാനാ? കാരണം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതൽ അറിവ് കിട്ടുന്നത്. ഇതിപ്പോ ഞാനിപ്പോഴും എനിക്ക് മനസ്സിലാക്കുന്നത്, വെറുതെ ഒരു സാഗര തീരത്ത് കുറച്ച് ചിപ്പികളോ മുത്തുകളോ പൗഴങ്ങളോ ഒക്കെ ഇങ്ങനെ എടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ആൾക്കാരുടെ മുമ്പിൽ വലിയ സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ട് വിൽക്കുന്ന ഒരു പാവത്താനാണ്. അല്ലാതെ ലോകത്തുള്ള എല്ലാ അറിവുകളും നേടിയെന്നുള്ള യാതൊരു അഹങ്കാരവും നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ അറിഞ്ഞേക്കാൾ കൂടുതലാണ് ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തില് മറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഗുരു എന്നെ പഠിപ്പിച്ചതുപോലെ എത്ര നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാലും ശരി, അത് ഒരിക്കലും മതിയാവില്ല. നമ്മൾ എന്തെന്ത് പഠിക്കുന്നു അതെല്ലാം നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടും. അത് ആ ഒരു സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഇന്ന് വരെ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇനിയും പഠിക്കാൻ തയ്യാറാകട്ടോ. നിങ്ങൾക്കും അത് ഒരുപക്ഷെ മാതൃകയാക്കാം. കാരണം ജീവിതം എന്നും നമ്മൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ തലമണ്ട എന്ന് പറയുന്ന ബ്രെയിൻ എന്ന് പറയുന്നവൻ ആക്റ്റീവായിട്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് അൽഷിമേഴ്സ് ഒന്നും വരത്തില്ല, പാർക്കിൻസൺ റോഗ് ഒന്നും വരത്തില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാം. ഓക്കെ, ഞാൻ എന്നെ കുറിച്ച് വിശദമായിട്ട് അറിയണമെങ്കിൽ എന്റെ വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളത് നോക്കുക. കാരണം സ്വയം പുകഴ്ത്താനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പോലും ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ അമേരിക്കൻ യൂണിയൻ ഓഫ് NLPയിലെ മെമ്പർഷിപ്പ് ഉണ്ട്. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് തെറാപ്പിസ്റ്റ് അംഗീകൃതമായിട്ടുള്ള ഒരു ട്രെയിനറാണ്. അതുപോലെ തന്നെ CTA കോംപ്ലിമെന്ററി തെറാപ്പിസ്റ്റ് ഓഫ് അസോസിയേഷന്റെ അതിലൊക്കെ മെമ്പറാണ് സജീവമായിട്ട്, ഇന്റർനാഷണൽ അസോസിയേഷനാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് NLP, EFT, പ്രാണിക് ഹീലിംഗ്, റേക്കി, അക്യുപ്രഷർ, സുജോക് തെറാപ്പി, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കുകയും ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാനും കഴിഞ്ഞു എന്നതിൽ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. അപ്പൊ നമ്മൾ ഹീലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് വളരെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പലപ്പോഴും. പക്ഷേ എനർജി ഹീലർ അല്ലെങ്കിൽ സ്പിരിച്വൽ ഹീലർ എന്ന നിലയ്ക്ക് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അതിൽ ഫലം ഉറപ്പാണ്.
ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ അനുഭവിക്കാത്ത കാര്യങ്ങളൊന്നും ആൾക്കാരെ പഠിപ്പിക്കാറില്ല. ഞാൻ എന്ത് പഠിച്ചാലും ഒന്ന് പരീക്ഷിക്കും. അതായത് NLP പഠിച്ചു കഴിഞ്ഞാൽ അതൊരു 5 വർഷത്തോളം പരീക്ഷിച്ചു നോക്കി. അപ്പൊ അത് വിജയിക്കുമെന്ന് കണ്ടപ്പോഴാണ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ റീക്കി ആണെങ്കിലും പ്രാണിക് ഹീലിംഗ് ആണെങ്കിലും ഓരോന്നും പഠിക്കുമ്പോൾ ഞാനൊരു മിനിമം 3 വർഷം അത് പ്രാക്ടീസ് ചെയ്യും. ആ പ്രാക്ടീസ് ചെയ്തിട്ട് അതിൽ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ മനസ്സിലാക്കും. എന്താണ് ശരി, എന്താണ് തെറ്റ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മളിപ്പോ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെയാണ്. പിന്നീട് നമുക്ക് എളുപ്പമാണ്. അങ്ങനെ ഒട്ടനവധി ശാസ്ത്രങ്ങൾ പഠിക്കാനായിട്ടുള്ള അനുഗ്രഹം, ദൈവാനുഗ്രഹം ഉണ്ടായി എന്ന് ഞാൻ പറയട്ടെ. അതൊരു യോഗമാണ്, ഒരു ദൈവാനുഗ്രഹമാണ്. ഇതൊക്കെ ആളുകൾക്ക് നന്മയ്ക്ക് വേണ്ടി പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോ NLP എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ വളരെ ലളിതമായിട്ടായിട്ടോ ഞാൻ പറയുന്നത്. ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ദിസ് ഇസ് നോട്ട് എ റോക്കറ്റ് സയൻസ്. ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ. നിങ്ങൾ ഒരു പക്ഷേ NLP എന്നൊക്കെ കാണുമ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയുന്നു. നമ്മൾ പ്രോഗ്രാമിംഗ് ഒക്കെ കേട്ടിട്ടുള്ള എന്താണ്? പ്രോഗ്രാമിംഗ് എന്നൊക്കെ കേട്ടിട്ടുള്ള നമ്മൾ C++, ജാവ അങ്ങനെയൊക്കെ ഉള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? എല്ലാവരും കേട്ട് കാണും ലാംഗ്വേജുകളെ കുറിച്ച്. കമ്പ്യൂട്ടർ ലാംഗ്വേജ്, കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് പറഞ്ഞാലേ കമ്പ്യൂട്ടർ മനസ്സിലാവുള്ളൂ. അപ്പൊ എന്താണ്? ഇൻപുട്ട് പ്രോസസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് വരും. അപ്പൊ ഗാരേജ് ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ, ഗാർബേജ് ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഗാർബേജ് ഔട്ട് സൈഡ്. അതേസമയം നന്മയാണ് നമ്മളെ തലയിൽ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതായിരിക്കും ഔട്ടായിട്ട് വരുന്നത്, റിസൾട്ട് ആയിട്ട് വരുന്നത്. നമ്മൾ മനസ്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. NLPയും പറയുന്നത് അത് തന്നെയാണ്. അപ്പോ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. LED TV അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള AC, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, അതൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു കുഞ്ഞു പുസ്തകം കിട്ടും, ഒരു മാനുവൽ അല്ലേ? അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പറയും. NLP എന്താന്ന് ചോദിച്ചാൽ വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാല് നമ്മളുടെ ബ്രെയിനിന്റെ, മസ്തിഷ്കത്തിന്റെ മാനുവലാണ്. ഇത് ഇവൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, ഈ തലച്ചോറിനുള്ളിൽ ഇരിക്കുന്ന ഈ കുറച്ച് കിലോഗ്രാം ഭാരമുള്ള ഈ തലച്ചോറിനെ എങ്ങനെ നിയന്ത്രിക്കാം, ഇവൻ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് NLP. അല്ലാതെ ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഇപ്പൊ നിങ്ങൾ കേട്ട് കാണും, വലിയ വലിയ പൊളിറ്റീഷ്യൻസ്, വലിയ വലിയ നടന്മാര്, അങ്ങനെ വലിയ വലിയ ആളുകളൊക്കെ NLP ഉപയോഗിക്കുന്നുണ്ട്. അത് ഭയങ്കര വലിയൊരു ടെക്നിക്കാണ് എന്നൊക്കെ പറയുന്നത് ശരിയാണ്. അതിന് നല്ല ഫലപ്രാപ്തിയുള്ള ടെക്നിക്ക് തന്നെയാണ്. പക്ഷെ ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ള വളരെ പ്രാധാന്യം അടങ്ങുന്ന ഒരു കാര്യം. ചുമ്മാ എന്തെങ്കിലും വായിച്ചു പഠിക്കാൻ പറ്റിയ ഒന്നല്ല NLP. ഞാൻ സത്യം പറയട്ടെ, NLP ആദ്യം വായിച്ചു പഠിക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ വിചാരിച്ചു ചുമ്മാ ഇതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. സത്യം പറയാലോ. അതിനുശേഷം സീരിയസ് ആയിട്ട് ഒരു കോഴ്സ് 5 പേരിൽ നിന്ന് പഠിച്ചപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഗ്രഹാം നിക്കോൾസ്, കെയ്ൻ റാംസെ, സ്റ്റീവ് ജി ജോൺസ്, യുളീസസ് വാങ്, അങ്ങനെ ഒട്ടനവധി ആളുകളിൽ നിന്ന് പഠിച്ചപ്പോഴാണ് NLPയുടെ പല തലങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ ബ്രെയിനിന്റെ, നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഭാഷയാണ്, നമ്മുടെ മനസ്സിന്റെ ഭാഷയാണ് NLP എന്ന് പറയുന്നത്. അപ്പൊ ന്യൂറോ എന്ന പദം എന്താ കാണിക്കുന്നത്? ന്യൂറോ ഇസ് റിലേറ്റഡ് വിത്ത് ബ്രെയിൻ അല്ലെ? നാഡീവ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ന്യൂറോ. ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നതോ ലാംഗ്വേജ്, ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. എന്ത്? ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് ഭാഷയുമായി ബന്ധപ്പെട്ട. ഇപ്പൊ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ആൾക്കാർക്ക് ലാംഗ്വേജ് എളുപ്പം കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് പറയാം. ലാംഗ്വേജ് അപ്പോ ലിംഗ്വിസ്റ്റിക് ആണ് അത്. അതില് ഭാഷയുണ്ട്. പ്രോഗ്രാമിംഗ് ഞാൻ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. ഇപ്പൊ C++ എന്തിനാ ഉപയോഗിക്കുന്നത്, ജാവ എന്തിനാ ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യാനാണ് എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ബ്രെയിനിന്റെ ഇതിനു മുന്നേ എന്ത് ആശയവിനിമയം കൊണ്ടാണോ നശിപ്പിച്ചു വെച്ചിട്ടുള്ളത് അതിനെ മാറ്റി കളഞ്ഞിട്ട് പുതിയ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. അതായത് ഇപ്പോ നമ്മളുടെ ലാപ്ടോപ്പില് അതല്ലെങ്കിൽ നമ്മൾ PC-യില് വിൻഡോസ് XP ആണ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ. അതിനെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വിൻഡോസ് 10 ലേറ്റസ്റ്റ് വേർഷൻ നമ്മൾ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു എന്ന പോലെ നമ്മളുടെ തലച്ചോറിന്റെ, നമ്മളുടെ ഈ ബ്രെയിനിന്റെ ലാംഗ്വേജ് മാറ്റി എഴുതുന്ന പ്രക്രിയയാണ് NLP എന്ന് പറയുന്നത്. അതിന് പല പല മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ആർക്കും ലളിതമായിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ട്രെയിനേഴ്സ് ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കും. വലിയ വലിയ ജാർഗൻസ് പറഞ്ഞ് ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കും. മെന്റൽ സിന്റാക്സ്, മെന്റൽ റെപ്രസെന്റേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ പൊതുതത്വങ്ങള്, പ്രീസപ്പോസിഷൻസ്, മൊട്ടാലിറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ അയ്യോ ഇയാൾ എന്തൊക്കെയോ
തൃശ്ശൂർ പൂരത്തിന് അമ്മിട്ട് പൊട്ടുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഗുണ്ട് പൊട്ടും എന്ന പോലത്തെ അവസ്ഥയാണ് ആൾക്കാർക്ക്. ഇത് എന്താണ് ഏതാണെന്നൊരു അവസ്ഥ ഒരു 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 രൂപമില്ലാത്ത ഒരു പരുവത്തിലേക്ക് കൊണ്ടു ചെല്ലാറുണ്ട്. എന്നാൽ NLP അങ്ങനെ ഗുണ്ട് പൊട്ടുന്ന പോലെ പേടിക്കേണ്ട കാര്യമൊന്നും അല്ല കേട്ടോ. ഇറ്റ്സ് വെരി സിമ്പിൾ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിന്റെ, നമ്മളുടെ തലച്ചോറിന്റെ ലാംഗ്വേജ് ആണ്. എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യണം എന്ന് കാണിക്കുന്ന മാനുവൽ ആണ് NLP എന്ന് പറയുന്നത്. NLP ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയാമായിരിക്കാം. റിച്ചാർഡ് ബാൻഡ്ലറും അതുപോലെ തന്നെ ജോൺ ഗ്രൈൻഡർ എന്നീ 2 പേര് ചേർന്നിട്ടാണ്. ഈ ജോൺ ഗ്രൈൻഡർ ഒരു ഭാഷാശാസ്ത്രജ്ഞനായിരുന്നു. റിച്ചാർഡ് ബാൻഡ്ലർ മോഡലിംഗ് എന്ന് പറയുന്ന ടെക്നിക്കാണ് ആദ്യം രൂപപ്പെടുത്തിയത്. മോഡലിംഗ്, മാതൃകയാക്കൽ. മോഡലിംഗ് അനുകരണമല്ല കേട്ടോ, ഇത് മാതൃകയാക്കലാണ്. ഇപ്പൊ നമ്മൾ റോൾ മോഡലായിട്ട് ഒരാൾ എടുക്കാന്നൊക്കെ പറയില്ലേ. ഇപ്പൊ മഹാത്മാഗാന്ധിയെ റോൾ മോഡലാക്കിയ ഒരാള് ദേശത്തിന് വേണ്ടി സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാളായി മാറുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടിയെ റോൾ മോഡലാക്കുന്ന ഒരാള് ഒരു നടനാവാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ അവർ മോഡലിംഗ് നടത്തുന്നുണ്ട്, അറിയാതെ പോലും. എന്തിന്? നമ്മള് കാണുന്ന പരസ്യങ്ങൾ പോലും നമ്മളെ പലപ്പോഴും ആങ്കർ ചെയ്യുന്നുണ്ട്. അതൊരു NLP ടെക്നിക്കാണ്. പരസ്യത്തിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ NLP ഹിപ്നോസിസുമായിട്ട് ബന്ധപ്പെടുത്തി എറിക്സോണിയൻ ശാഖയുണ്ട്. എറിക്സോണിയൻ ഹിപ്നോസിസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് NLPയെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകാം. NLP തന്ത്രങ്ങളും ഹിപ്നോസിസ് തന്ത്രങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മേഖലയാണ്. അപ്പോ ഇതൊക്കെ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് എ സിമ്പിൾ സയൻസ്. WHO പോലുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് NLP എന്ന് പറയുന്നത്. NLP ആര് പഠിപ്പിക്കണം, ആരത് പഠിക്കണം എന്ന് ചോദിച്ചാൽ ആർക്ക് വേണമെങ്കിലും പഠിക്കാം, ആർക്ക് വേണമെങ്കിലും പഠിപ്പിക്കാം എന്ന് പറയാൻ പറ്റില്ല. പഠിപ്പിക്കണമെങ്കിൽ അത് ശാസ്ത്രീയമായി അത് പഠിപ്പിച്ച ഒരു ട്രെയിനറിൽ നിന്നും വ്യക്തമായി പഠിച്ച ഒരാളായിരിക്കണം അത് പഠിപ്പിക്കേണ്ടത്. അത് വളരെ പ്രാധാന്യമാണ്. അതല്ലെങ്കിൽ അത് ഗുണത്തിലേറെ ദോഷം ചെയ്യുന്നത്. കാരണം ഞാൻ പല ട്രെയിനിങ്ങുകളും കാണാറുണ്ട്, വളരെ അശാസ്ത്രീയമായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള, കോമൺ മാന് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള, സാധാരണക്കാരൻ മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള NLP ഒരു പ്രോഗ്രാമാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് വാട്സപ്പിലൂടെ ഞാൻ NLPയുടെ ഒരു ടെക്നിക്ക് തന്നെ അതിൽ ഉപയോഗിച്ചേക്കുന്നത് ചങ്കിങ് എന്ന് പറയും. ചങ്കുകളാക്കും. നമ്മൾ സിനിമയിൽ കേൾക്കുന്ന അല്ലെങ്കിൽ കൊച്ചു പിള്ളേര് ഓടി നടക്കുമ്പോൾ ഇവനെന്റെ ചങ്കാണെന്ന് പറയുന്ന ചങ്കല്ല കേട്ടോ, ആ ചങ്കല്ല ഇത്. ചങ്കിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ ഒരു വലിയ സംഭവത്തെ കട്ട് ചെയ്ത് പല പല ഖണ്ഡങ്ങളാക്കിയിട്ട് അത് പഠിക്കുമ്പോൾ എളുപ്പമാണ്. അങ്ങനെയാണ് വാട്സപ്പ് NLP ഞാൻ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ അനേകം ടെക്നിക്സുകൾ വരുന്നുണ്ട്. സ്വിഷ് മെത്തേഡ്, ദുശീലത്തെ മാറ്റാനുള്ള സ്വിഷ് മെത്തേഡ് അതിൽ വരുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മളെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യയെ, ഭർത്താവിനെ എങ്ങനെ അവരുടെ മനസ്സിനെ തിരിച്ചറിഞ്ഞിട്ട് നല്ല രീതിയിൽ അവരോട് ഇടപെടാം, ഊഷ്മളമായ ബന്ധം നിലനിർത്താൻ എങ്ങനെ NLP ഉപയോഗിക്കാം. ഇനി വിജയിച്ച ആളുകളെ മോഡലിംഗ് എന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് അതുപോലെ ആവാം. ഇതൊക്കെ പോസിബിൾ ആണോ? ആണ്. അതുപോലെ തന്നെ കണ്ണിന്റെ ചലനങ്ങളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം ഒരാളുടെ. ചില സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു അഡ്വക്കേറ്റ് ആയിട്ട് നമ്മുടെ ദിലീപ് എന്ന് പറയുന്ന നടൻ അഭിനയിച്ച സിനിമയില് പറയുന്നുണ്ട്, ആ പെണ്ണിന്റെ കണ്ണിന്റെ ചലനം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ഇപ്പോൾ പറയുന്നത് കള്ളമാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ അത് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, മറ്റുള്ളവരുടെ മനസ്സ്, ഇപ്പോ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണല്ലോ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്, അല്ലേ? ദർശനവും സ്പർശനവും ഗന്ധവും രുചിയും ഒക്കെ, അങ്ങനെ 5 പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്, അല്ലേ? കാണുന്നത് നമ്മൾ മനസ്സിലാക്കണം, കാണുന്നത്, കേൾക്കുന്നത്, രുചിച്ചറിയുന്നത്, സ്പർശിച്ചറിയുന്നത്, നമുക്ക് ഇമോഷൻസിനെ ഫീലിംഗ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ്. അപ്പൊ NLPയില് മെയിൻ ആയിട്ട് വാക്ക് തിയറിയാണ് ഉപയോഗിക്കുന്നത്. വാക്ക് എന്ന് പറഞ്ഞാൽ WALK അല്ല കേട്ടോ, ഇവിടെ VAK ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്. 3 കാര്യങ്ങളാണ്. പിന്നെ അത് കൂടാതെ 2 കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോ ഓൾഫാക്ടറി ആൻഡ് ജസ്റ്റേറ്ററി, അതായത് ഗന്ധത്തെ അറിയാനുള്ളത്, അതുപോലെ തന്നെ ജസ്റ്റേറ്ററി, സ്വാദിനെ അറിയാനുള്ള കഴിവ്. ഇതും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ കഴിവ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. പിണങ്ങിയിരിക്കുന്ന ഭാര്യയും ഭർത്താവ് ഭയങ്കര കടുപ്പിടുത്തക്കാരനായി. ഓക്കെ, ഈ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഒന്ന് തന്റെ കയ്യിലേക്ക് കൊണ്ടുവന്നാലേ അടുത്ത ദിവസം ഈ വൈഫിന്റെ, ഈ ഭാര്യയുടെ വീട്ടിലെ ഒരു കല്യാണത്തിന് പോകാൻ പറ്റുള്ളൂ.
സ്വന്തം കസിന്റെ കല്യാണമാണ്. പിണങ്ങിയിരിക്കുന്ന ഭർത്താവ് ഒരിക്കലും തന്നെ കൊണ്ടുപോകത്തില്ല, അത് ഉറപ്പാണ്. ഭാര്യയ്ക്ക് ഇത് അറിയാം. ഈ ഭാര്യയ്ക്ക് ഈ ഭർത്താവിനെ ടാക്കിൾ ചെയ്യണം, എങ്ങനെയെങ്കിലും അയാളെ കയ്യിൽ കൊണ്ടുവരണം. ഇത് NLP പഠിച്ച ഒരു ഭാര്യയാണെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഭാര്യമാർ അത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, അറിയാതെ പോലും NLP ഉപയോഗിക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും ഉണ്ട്. അതായത് ഭർത്താവ് ഏത് രീതിയിലുള്ള ആളാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം. ഭർത്താവ് ഏത് രീതിയിലുള്ള മെന്റാലിറ്റി ഉള്ള ആളാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ, അവിടെയാണ് നിങ്ങളുടെ വിജയം. ഇപ്പൊ ഈ വാക്ക് തിയറിയിൽ തന്നെ ചില മഹാന്മാരുണ്ട്, നല്ല മൃഷ്ടാന്ന ഭോജനം അടിക്കുന്നവന്മാരായിരിക്കും. പണ്ടൊക്കെ കാരണവന്മാര് പറയാറുണ്ട്, മോളെ കെട്ടിച്ചുടുമ്പോ പറയും, മോളെ ഭർത്താവിന്റെ മനസ്സിലേക്കുള്ള വഴി അവന്റെ ഉദരത്തിലൂടെയാണെന്ന് പറയും. ഉദരത്തിലൂടെ എന്ന് ഉദ്ദേശിച്ചത് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ഭർത്താക്കന്മാരെ സൂചിപ്പിച്ച് നിർത്താമെന്നാണ് പണ്ടത്തെ അമ്മമാര് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. അപ്പോ ഒരു ഭർത്താവ് അയാളുടെ സ്വഭാവം അനുസരിച്ച് അയാൾ നല്ല മൃഷ്ടാന്ന ഭോജനം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഇപ്പോ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഓൾഫാക്ടറി, അതുപോലെ ജസ്റ്റേറ്ററി, ഈ 5 കഴിവുകളിലൂടെയാണ് നമ്മൾ ആളുകളെ ഗ്രഹിക്കുന്നത്. ഇത് ഏത് രീതിയിലാണ് അവരുടെ മനസ്സിലെ മനോവിന്യാസ ക്രമം എന്താണ് എന്ന് നമ്മൾ അറിയണം. അവരുടെ മെന്റൽ സിന്റാക്സ് എന്താണ്, അവരെന്ത് ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരെ വരുതിയിൽ വരുത്താം. അതെങ്ങനെയാന്ന് ഞാൻ പറയാം. ഇപ്പോ പണ്ട് കാരണവന്മാര് പറയുന്ന ചില ചൊല്ലുകളുണ്ട്, അതിലൊക്കെ NLP ഉണ്ട് കേട്ടോ, NLP ഉണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, അതായത് ആടുന്ന പശുവിനെ ആടിക്കറക്കണം എന്ന് പറയും, പാടുന്ന പശുവിനെയോ പാടിക്കറക്കണം എന്ന് പറയും. പണ്ട് കാരണവന്മാര് പറഞ്ഞിരുന്നത്. ആടിക്കൊണ്ടിരിക്കുന്ന പശുവിനെ പാടിക്കൊണ്ടിരുന്ന പശു ഒരു തൊഴിൽ തരും, നിങ്ങൾ തെറിച്ചു പോകും അല്ലേ? അതേസമയം പാടുന്ന പശുവിന് ഒരു പാട്ട് പാടി കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ പാൽ ചുരത്തും. മനസ്സിലായോ? അതേസമയം ആടുന്ന പശുവാണെങ്കിലോ പാടിക്കൊണ്ട് നിങ്ങളങ്ങ് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചവിട്ട് കിട്ടും പശുവിന്റെ. പകരം എന്ത് ചെയ്യണം? ആടിക്കൊണ്ട് തന്നെ കറക്കണം. ആടുന്ന പശുവിനെ ആടിക്കറക്കണം, പാടുന്ന പശുവിനെ പാടി കറക്കണമെന്ന് പണ്ട് പറഞ്ഞവര് പറഞ്ഞത് ഒരു NLP തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഭർത്താവ് ആടുന്ന പശുവാണോ അതോ പാടുന്ന പശുവാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതാണ് നിങ്ങളുടെ വിജയം എന്നാണ് ഞാനീ പറയുന്നത്. അപ്പോ നിങ്ങളുടെ ഭർത്താവ് കാഴ്ച കൊണ്ടൊന്നും വീഴുന്ന ഒരാളല്ല, വിഷ്വൽ അല്ല, കാഴ്ചയിൽ വീഴുന്ന ഒരാളല്ല. അതായത് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് സുന്ദരിയായി പൊട്ടും തൊട്ടൊക്കെ ആളുടെ അടുത്ത് നിന്ന് ഒരു ശൃംഗാരവതിയാക്കി നിന്ന് കഴിഞ്ഞാൽ ചിലവന്മാര് വീഴും, ചില ഭർത്താക്കന്മാര്. അത് വിഷ്വൽ ആയിട്ടുള്ള ഭർത്താക്കന്മാരാണ്. ഓക്കെ, ഓഡിറ്ററി ആയിട്ടുള്ള ഭർത്താവിന്റെ അടുത്ത് ചെന്നിട്ട് വിഷ്വൽ ആയിട്ട് നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ സൗന്ദര്യം കാണിച്ചുകൊണ്ടൊന്നും വീഴത്തില്ല. അയാൾ ഓഡിറ്ററി, കേൾവിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അയാളോട് ചക്രവർത്താനം പറയണം, എങ്കിൽ മാത്രമേ അയാൾ നിങ്ങളുടെ വഴിയിലേക്ക് വരുള്ളൂ. മനസ്സിലായോ? അതുപോലെ തന്നെ ആ ഭർത്താവ് ഓഡിറ്ററിയും അല്ല, ഓക്കെ, കേൾവിക്ക് പ്രാധാന്യം കൊടുക്കുന്നവനല്ല, വിഷ്വലും അല്ല. അതേസമയം അദ്ദേഹം വേറെ 2 കോമ്പിനേഷൻസിന് ഉടമയാണെന്ന് മനസ്സിലാക്കുക, ജസ്റ്റേറ്ററി ആൻഡ് ഓൾഫാക്ടറി. സ്വാദിനും അതുപോലെ തന്നെ മണത്തിന്, ഗന്ധത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഭാര്യ എന്ത് ചെയ്യണം? ഭാര്യ തന്റെ ബർത്ത്ഡേക്ക് ഭർത്താവ് വാങ്ങിച്ചു തന്ന അത്തറോ അല്ലെങ്കിൽ സ്പ്രേയോ ഒന്ന് പൂശുക. ഓക്കെ, അയാളുടെ ആ മണത്തറിയാനുള്ള കഴിവിനെ സ്വാധീനിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അയാള് സ്വാദുള്ള ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളാ. അപ്പൊ എന്ത് ചെയ്യണം? നല്ല ബിരിയാണി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അയാൾക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി ചിക്കൻ ബിരിയാണി. അതങ്ങ് വെച്ചു കൊടുത്തു. എത്ര കടുകട്ടിയായിരുന്ന ഭർത്താവാണെങ്കിലും അയാളുടെ രീതിയിൽ ഭാര്യ പെരുമാറുമ്പോൾ താനെ കയ്യിൽ വരും. ഇപ്പൊ പല ഭാര്യമാരും ഇവിടെ ഇരിപ്പുണ്ട്, അവര് ആലോചിക്കുന്നുണ്ടോ ഈ മഹാൻ പറഞ്ഞു തന്നിട്ടൊന്നും വേണ്ട, ഇതൊക്കെ ഞങ്ങൾ പരീക്ഷിച്ചതാണ്. ശരിയാണ്. കാരണം നിങ്ങളുടെ ഭർത്താവിന്റെ വീക്ക്നെസ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വലിയൊരു കഴിവാണെന്ന് ഞാൻ പറയൂ. അത് തന്നെയാണ് വീക്ക്നെസ് എന്ന് ഞാൻ പറയുന്നത്. അവരെ മുതലെടുക്കാണെന്നല്ല ഞാൻ പറയുന്നത്. അവര് നമ്മളോട് പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അവരെ എങ്ങനെ പെട്ടെന്ന് പരിധിയിലാക്കാം, അതവർ ഏത് തരത്തിലുള്ള ആളാണെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. ഇതുപോലെ തന്നെ ഭർത്താവിന്റെ കാര്യത്തിലും കേട്ടോ, ഭാര്യ ഏത് രീതിയിലുള്ള ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഈസിയാ കാര്യങ്ങളൊക്കെ. ചില സ്ത്രീജനങ്ങള് വലിയ റൊമാൻറ്റിക് ഒന്നും ആയിരിക്കില്ല, ഭർത്താവ് ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും. ചെന്നങ്ങ് കെട്ടിപ്പിടിക്കുമ്പോ ഇയാൾ വേറെ സമയമൊന്നുമില്ല, 19 വയസ്സായി, ഇതെന്നാ ചോദിക്കും. മനസ്സിലായോ? അപ്പൊ റൊമാൻറ്റിക് അല്ലാത്ത ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് റൊമാൻറ്റിക് ചേഷ്ടകൾ കാണിച്ചിട്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? പിന്നെ എന്താണ് ആ ഭാര്യയ്ക്ക് വേണ്ടത് നമ്മൾ അറിയണം. മനസ്സിലായോ? ആ ഭാര്യയ്ക്ക് എന്താണ് വേണ്ടതെന്ന് അറിയണം. ആ ഭാര്യ ഓഡിറ്ററി ആണെങ്കിലുണ്ടല്ലോ, നല്ല ചക്രവർത്താനം പറഞ്ഞാൽ മതി, മോളെ കുഞ്ഞോളെ എന്നൊക്കെ പേരിട്ടിട്ട്. ഇപ്പോ ചില സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ
ബാലേന്ദ്ര മേനോൻ കുട്ടാ എന്ന് വിളിക്കും. കുട്ടാ എന്ന് വിളിക്കുന്നതാണ് ഭാര്യയ്ക്ക് ഇഷ്ടമെങ്കിൽ കുട്ടാ എന്ന് വിളിക്കണം. അല്ലെങ്കിൽ ചിലപ്പോ നേരെ ഓപ്പോസിറ്റ് വേർഡ് ഇങ്ങോട്ട് വരും, തെറിയൊക്കെ. മനസ്സിലായോ? അവർക്ക് ഇഷ്ടമില്ലാത്ത ലാംഗ്വേജ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ഭാര്യയുടെ ദേഷ്യം പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ ട്രിഗർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിന്റെ അപ്പന്റെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭർത്താവ് എന്ത് പറയുമ്പോഴും വഴക്ക് കൊടുക്കുമ്പോഴേക്കും, നിന്റെ അപ്പൻ ചെയ്തത് എനിക്കറിയാന്ന് പറയുമ്പോഴേക്കും, തുടങ്ങി, ഇത് ഞാൻ തുടങ്ങി, അതോടുകൂടി നെഗറ്റീവായി. ഇത് പറയാതിരുന്നാലോ ഭാര്യ പോസിറ്റീവായിട്ടിരിക്കും. മനസ്സിലായോ? അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ടാണ് ഞാനിപ്പോ ഈ പറഞ്ഞു തരുന്നത്. ഇതുപോലെ തന്നെയാണ് എന്റെ ട്രെയിനിങ്ങുകൾ പോകുന്നത് കേട്ടോ. NLP അപ്ലൈ ചെയ്ത ടെക്നിക്കൊക്കെ എനിക്ക് പണ്ട് അനുഭവമുണ്ട്. എന്റെ അമ്മാവന്റെ മകൻ വീട്ടിൽ വന്നൊരു അവസരം, ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു ടൈമാണ്. അന്ന് ആ ജ്യേഷ്ഠൻ എന്നോട് കാണിച്ചു തന്ന ഒരു NLP ടെക്നിക്ക് ആണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി കേട്ടോ. പിന്നീട് പഠിച്ചപ്പോഴാണ്, ചേട്ടാ ആ ചേട്ടൻ ഇത്രയൊക്കെ നോളജ് ഉണ്ടായിരുന്നു ഇപ്പൊ ആലോചിക്കാം. പുള്ളി ബേസിക്കലി മെക്കാനിക്കാ, പക്ഷേ ബുദ്ധിയെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. വേറൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഒറ്റ ടോയ്ലറ്റേ ഉണ്ടായിരുന്നു, പഴയ വീട്ടിലാട്ടോ. ഇപ്പൊ എല്ലാം സൗകര്യമായി, വീടിനകത്തൊക്കെ ആയി, ഇപ്പൊ എല്ലാവരും അങ്ങനെ ആയല്ലോ. ഞാൻ പറയുന്ന വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ പുറത്താണ് ഈ ടോയ്ലറ്റ്. അപ്പൊ എന്റെ ഈ ജ്യേഷ്ഠൻ, ഈ കസിൻ ബ്രദർ വന്ന് ഞങ്ങളുടെ വീട്ടില് 2 ദിവസം താമസിക്കാൻ നിന്നപ്പോ അദ്ദേഹത്തിന് കാലത്തെ തന്നെ പോകുന്ന പ്രകൃതാണ്. ഞാൻ പോകാൻ നിൽക്കുന്ന സമയത്ത് പുള്ളി ഊട്ടി കയറി അതിനകത്ത് കയറി വാതിലടച്ചു. എനിക്കാണെങ്കിൽ കാലത്ത് ആ സമയത്ത് തന്നെ പോകണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ്. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വിത്തിൻ 15 മിനിറ്റ്സ് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഓടിഞ്ഞ് അങ്ങനെയാണ്. പക്ഷേ ഈ ഒറ്റ ടോയ്ലറ്റേ ഉള്ളൂ, അവിടെ കയറി ഇരിക്കാനും പറ്റില്ല, ഒരാൾ അവിടെ എൻഗേജാണ്. പുള്ളി പറഞ്ഞു, മിനിമം എനിക്ക് 10 മിനിറ്റ് വേണം, നീ കാത്തു തന്നേ മതിയാവൂ എന്ന് പറഞ്ഞു. ഓക്കെ ശരി, എന്ത് ചെയ്യണം? എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. ഞാനിങ്ങനെ മുട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുവോ, എന്ത് ചെയ്യും? ഞാൻ വാതുക്കെ നിൽക്കുവാണ്, അല്ലെങ്കിൽ ഇറങ്ങൂലല്ലോ, വാതുക്കെ തന്നെ നിൽക്കുവാണ്. അപ്പോ അന്ന് ചേട്ടൻ ചെയ്ത ഒരു വിദ്യയാണ്, എടാ നീ, അപ്പോ ഞാൻ നിൽക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്, കിഴക്ക് ഭാഗത്ത് കുറെ മെറ്റൽ ഇറക്കി ഇട്ടിട്ടുണ്ട് വീട് പണിക്ക് വേണ്ടിയിട്ട്. അതിൽ നിന്ന് ഒരു 5 മെറ്റൽ പെറുക്കിക്കൊണ്ട് വന്നു. ഉടനെ ഞാൻ കുഞ്ഞല്ലേ, ഞാൻ വേഗം ചേട്ടൻ പറഞ്ഞു കേട്ടിട്ട് മെറ്റൽ പെറുക്കാനായിട്ട് ചെന്നു. എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞേക്കുന്ന കേട്ടോ, ആ മെറ്റൽ എടുക്കുമ്പോ എല്ലാം ഒരേ വലുപ്പത്തിലുള്ള ആയിരിക്കണം, നമുക്കൊരു കളി കളിക്കാനാ, നീ പോയി എടുത്തിട്ടോ എന്ന് പറയാ. ഞാൻ ഈ മെറ്റല് 4-5 വേണം, ഒരേപോലത്തെ മെറ്റൽ ഉണ്ടാവില്ലെന്ന് നമുക്ക് അറിയാമല്ലോ, അത് എടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. ആ മെറ്റല് 5 തെരഞ്ഞെടുത്ത് പിടിക്കാൻ തന്നെ ഒരു 10 മിനിറ്റ് പോയി. ഞാൻ മെറ്റൽ 5 എടുത്തോണ്ട് വന്നു. എന്നിട്ട് ഞാൻ ഓടി വന്നേക്കാണ്. ഓടി വന്നപ്പോ ടോയ്ലറ്റിനടുത്ത് എത്തി. അപ്പോഴേക്കും എന്റെ വികാരം എന്തായി, ഇപ്പൊ പോണം. കാരണം മനസ്സ് നമ്മളവിടെ കണക്ട് ചെയ്യുവാണ്. ടോയ്ലറ്റിൽ പോകാനുള്ളതും നമ്മുടെ മനസ്സും തമ്മിലുള്ള ബന്ധം പിടിച്ചു നിർത്തി ആ സമയത്ത് ഞാൻ ടോയ്ലറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ ടോയ്ലറ്റിനടുത്ത് വന്ന് നിൽക്കുകയാണ്, ചേട്ടാ ഇനി എന്താ വേണ്ടേ? അപ്പൊ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും. വളരെ രസകരമായ സംഭവമാണ്. ഈ 5 കല്ലിൽ ഓരോന്ന് ഞാൻ പറയുമ്പോ, 1 എന്ന് പറയുമ്പോൾ ഓരോന്നെടുത്ത് നിക്കറിന്റെ പോക്കറ്റിലേക്ക് ഇട്ടോണം, എന്നിട്ട് അതിൽ തൊട്ടിട്ട് നിന്നോളണം, ശ്രദ്ധ മുഴുവൻ അതിലേക്ക് അയക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ 1ാമത്തെ കല്ലെടുത്തിട്ടു. 2ാമത്തെ കല്ല് പിന്നെ പുള്ളി പറയുന്നത് പിന്നെയാണ്. അപ്പൊ ഞാനിങ്ങനെ, ചേട്ടൻ 2ാമത്തെ പറയാത്ത എന്താ നോക്കിങ്ങനെ നിൽക്കുകയാണ്. 2ാമത്തെ കല്ല് എപ്പോഴാണ് ഇടണേന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ 2ാമത്തെ കല്ലിടാൻ പറയുന്നത് ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് 2ാമത്തെ കല്ലിടുകയാണ്. എന്റെ ശ്രദ്ധ മുഴുവൻ ഈ കല്ല് എണ്ണുന്നതിലും കല്ലുമ്മേലുമാണ് എന്റെ ശ്രദ്ധ ആട്ടും. അപ്പോഴേക്കും ടോയ്ലറ്റിനെ കുറിച്ചുള്ള ശ്രദ്ധ മാറുക. അങ്ങനെ 5 കല്ലിട്ട് വന്നപ്പോഴേക്കും വീണ്ടും ഒരു 5-6 മിനിറ്റ് അങ്ങനെയും കഴിയും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പുള്ളി ഡോർ തുറന്നിറങ്ങിയിട്ട് പറഞ്ഞാ, പോയിക്കോടാ മോനെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്റെ മുട്ടും പോയി, എല്ലാം പോയി. അപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു, അന്ന് ഈ പറയുന്ന ജ്യേഷ്ഠൻ ഉപയോഗിച്ച ആ ഒരു വിദ്യ NLP തന്നെയാണ്. കാരണം നമ്മളുടെ മനസ്സും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എനർജി ഗോസ് വേർ അറ്റൻഷൻ ഗോസ് എന്നാണ്. എന്റെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ് ആ ജ്യേഷ്ഠൻ ചെയ്തത്. ആ ശ്രദ്ധ തിരിച്ചുവിട്ട സമയത്ത് എന്താ സംഭവിച്ചത്? എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗേ ഇല്ല, അങ്ങനെ ഒരു വികാരമേ തോന്നുന്നില്ല. കാരണം എന്റെ ശ്രദ്ധ അപ്പൊ കല്ല് എണ്ണുന്നതും കല്ല് കൃത്യമായിട്ട് ഒരേ അളവിലുള്ള കല്ലുകൾ എടുക്കുന്നതിലുമായിരുന്നു. ഇങ്ങനെ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെയുള്ള എക്സാമ്പിളിലൂടെ ആട്ടോ നമ്മുടെ കോഴ്സ് പോകുന്നത്. പല പല ഖണ്ഡങ്ങളായിട്ടാണ് പോകുന്നത് NLPയുടെ ആ കോഴ്സ് പോകുന്നത്. ഓരോ ടെക്നിക്കും ഇതുപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ വളരെ രസകരമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ ഒരു ട്രെയിനിങ് പോലെ തന്നെയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും, വാട്സപ്പിലൂടെ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് പഠിക്കാനാണ്? അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഇതിനു മുമ്പുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് പഠിച്ച ആൾക്കാരുടെ അഭിപ്രായമൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളെനിക്ക് വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കണക്ട് ചെയ്താൽ മതി, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങളെ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നുടുക്ക് വിദ്യകളിലൂടെ നമ്മൾക്ക് NLP വിദ്യകൾ പഠിപ്പിക്കാൻ സാധിക്കും, സിമ്പിൾ ആയിട്ട്.
അതിന് പകരം ഇതിന്റെ തിയറി മാത്രം പറഞ്ഞ് ഇതിന്റെ ജാർഗൻസ്, ടെക്നിക്കൽ ജാർഗൻസ് മൊത്തം നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്നത്. NLP is so simple. ഞാനിപ്പോ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായില്ലേ. ചില എക്സാമ്പിളിലൂടെ, ചില നല്ല ഉദാഹരണങ്ങളിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും എന്താണ് NLP എന്നുള്ളത്. വിജയിക്കാനായിട്ട് ഒരാൾക്ക് അയാളുടെ ബ്രെയിൻ മതി, അയാളുടെ ആ നാഡീവ്യൂഹത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മതി. നമ്മുടെ ശരീരവും നമ്മുടെ നാഡീവ്യൂഹവും ബ്രെയിനും നമ്മുടെ മസ്തിഷ്കവും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇപ്പോ നമ്മള് പണ്ടൊക്കെ പഠിക്കാതെ ഒരു സ്കൂളിൽ ചെല്ലുകയാണ്, പെട്ടെന്ന് അധ്യാപകൻ ചോദ്യം ചോദിക്കുകയാണ്, ചൂരിലെടുത്ത് നല്ല അടി തരുന്ന ഒരു അധ്യാപകനാണ്, പഠിച്ചിട്ടില്ല. നമുക്ക് എന്താണ് വയറിനുള്ളിൽ നിന്ന് ഒരു ആന്തൽ അല്ലെങ്കിൽ ഒരു കാളലൊക്കെ തോന്നുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിൻ നെഗറ്റീവ് ആകുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രതികരണം ഉണ്ടാവും. ചിലർക്ക് വയറ്റിൽ നിന്ന് പോകണമെന്നൊക്കെ തോന്നും, ദേഷ്യം വരും. ചിലർ മൂത്രം ഒഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പേടിച്ചിട്ട് മൂത്രം ഒഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. ശരീരം പ്രതികരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ശരീരവും നമ്മളെ ഈ മസ്തിഷ്കവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്, അഭേദ്യമായ ബന്ധമുണ്ട്. ഇപ്പോ ആധുനിക ശാസ്ത്രം ഇപ്പോ തെളിയിച്ചിട്ടുള്ളത് നമ്മൾ അനേക വർഷമൊക്കെ വൈരാഗ്യമൊക്കെ വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, അത് ക്യാൻസറും ട്യൂമറും ഒക്കെ മാറുന്ന പറയും. നമ്മുടെ RECയിലൊക്കെ നമ്മള് ഈ കേരളത്തിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ കാണും, ക്യാൻസർ രോഗികളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. മനസ്സുമായിട്ട് അഭേദ്യം ബന്ധമുണ്ടെന്നാ പറയാം. ഇതിനൊക്കെ നമ്മൾ ഒരു തവണ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നെഗറ്റീവ് ഹോർമോൺസ് നമ്മുടെ ബ്രെയിൻ ഉത്പാദിപ്പിക്കും. NLPയില് നമുക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാനുള്ള ടെക്നിക്സ് ഉണ്ട്, ദുശീലങ്ങളെ മാറ്റാനുള്ള ടെക്നിക്സ് ഉണ്ട്, ബന്ധങ്ങളെ ഊഷ്മളമായി നിലനിർത്താനുള്ള ടെക്നിക്സ് ഉണ്ട്. കുട്ടികളെ കൃത്യമായി മനസ്സിലാക്കി അവരെ എങ്ങനെ ശാസിക്കാമെന്ന് പോലും NLP കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ കോഴ്സിന്റെ ഭാഗമാണ്. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഒരു NLP പ്രാക്ടീഷണർ കോഴ്സിൽ വരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് അതിൽ മെഡിറ്റേഷൻസ് ഉണ്ടാവും. മെഡിറ്റേഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ് നാരായണേട്ടനോട് ചോദിച്ചാൽ അറിയാം, ഇപ്പോൾ ഉണ്ട് ഇവിടെ. അപ്പോ മെഡിറ്റേഷൻസ് അത് ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ള മെഡിറ്റേഷൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ മൈൻഡ് മാസ്റ്ററി പ്രോഗ്രാം തന്നെയാണ്, NLP മൈൻഡ് മാസ്റ്ററി പ്രോഗ്രാം തന്നെയാണ്. 21 ദിവസം നിങ്ങൾ ഓരോ ദിവസവും ഒരു 15-20 മിനിറ്റ് മാറ്റിവെച്ചാൽ ചെറിയ ഖണ്ഡങ്ങളായിട്ട് NLPയെ സുഗമമായിട്ട് പഠിക്കാവുന്ന രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. 1 by 1 നമ്മൾ വലിയ കാര്യങ്ങൾ ചെറിയ ഖണ്ഡങ്ങളായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പവും. അത് ആ NLP ടെക്നിക്ക് തന്നെയാണ് ഞാനിവിടെ വാട്സപ്പ് ട്രെയിനിങ്ങിൽ ഉപയോഗിക്കുന്നത്. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഓഡിയോ നിങ്ങൾ ഒരു ഹെഡ്ഫോൺ വെച്ചോ ഇയർഫോൺ വെച്ചോ കേൾക്കുക. അത് കൂടാതെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് മെഡിറ്റേഷൻ, വെൽത്ത് ക്രിയേഷൻ മെഡിറ്റേഷൻ, മൈൻഡ് പ്രോഗ്രാമിംഗ് മെഡിറ്റേഷൻ, ഇതൊക്കെ അതിന്റെ കൂടെ ബോണസ് ആയിട്ടും പ്ലസ് PDF ഫോർമാറ്റിലുള്ള ബുക്കുകൾ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് അതിൽ ലഭിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് NLP നന്നായിട്ട് പഠിക്കാവുന്ന ഒരു മെത്തേഡാണ്. സാധാരണഗതിയിൽ NLP ഒക്കെ പഠിക്കണമെങ്കിൽ നമ്മളൊരു 3500, 4000, 5000 ഒക്കെ നമ്മൾ മുടക്കണം. അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ അവിടെ ചെന്നിരുന്നിട്ട് അത്രയും മണിക്കൂറുകൾ ചെലവഴിക്കണം. ഇവിടെ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് കേൾക്കാം. ഇപ്പൊ 2 ദിവസം കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ 3-ാം ദിവസം നിങ്ങൾക്ക് ഇരുന്ന് കേൾക്കാം. കാരണം വാട്സപ്പിൽ അതുണ്ട്, നിങ്ങൾ ബാക്കപ്പ് വെച്ചാൽ മതി. ലൈഫ് ലോങ് നിങ്ങൾക്ക് എത്ര നാൾ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടോ അത്രയും നാൾ നിങ്ങൾക്ക് ഈ കോഴ്സ് കേട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു തവണ നിങ്ങൾ ഇത് ചെറിയൊരു ഫീസ് കൊടുത്ത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇത് യൂസ് ചെയ്യാം. വളരെ ലളിതമായ രീതിയിലാണ് NLP അതിലൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് ഞാൻ അത് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതിന് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരന്റെ ഫാദർ, അവന്റെ ഉപ്പ ഒരു മുസ്ലിം ഫാമിലിയാണ്. അവന്റെ ഉപ്പ 75-ാമത്തെ വയസ്സിൽ സ്വഭാവം മാറ്റിയ ഒരാളാണ്. ഞാൻ കണ്ടതാ. അപ്പൊ നമുക്ക് നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് പ്രായത്തിലും നന്നാവാം കേട്ടോ. ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കി എടുക്കാൻ കേട്ടോ. ഇറ്റ് ഈസ് നെവർ ലേറ്റ്. ഇപ്പോഴും നിങ്ങൾ ലേറ്റ് ആയിട്ടൊന്നുമില്ല. 55 വയസ്സായെന്നോ അല്ലെങ്കിൽ 60 വയസ്സായെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ പ്രായം ഇനിയിപ്പോ അതിന്റെ പ്രാധാന്യം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. മാറ്റാനായിട്ട് എപ്പോ വേണമെങ്കിലും നമുക്ക് സ്വയം നമ്മുടെ മനസ്സിനെ മാറ്റാം. എപ്പോ വേണമെങ്കിലും നമുക്ക് പരിവർത്തനത്തിന് വിധേയമാകാം. ഇതൊക്കെ പറയുന്ന ഒരു ലളിതമായ ശാസ്ത്രമാണ് NLP. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് റോക്കറ്റ് സയൻസ് അല്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് അതിന്റെ അവതരണ രീതി എല്ലാം വരുന്നത്. ഇതുപോലുള്ള സിമ്പിൾ എക്സാമ്പിൾസിലൂടെയാണ്, ഉദാഹരണത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് അത് ഇപ്പോൾ ഞാൻ അബുസാറുമായിട്ടുള്ള ബന്ധത്തില് ഞാൻ അറിഞ്ഞപ്പോ ഞാൻ ഈ കോഴ്സ് ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു. കാരണം NLP എല്ലാവർക്കും പ്രാപ്തമാക്കാവുന്ന ഒരു സംഗതിയല്ല.
അതിനുവേണ്ടി ഒരുപാട് പണം മുടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് ഒരു 1000-1500 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാം. 1000 റുപ്പീസിന് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഡെയിലി എല്ലാ ദിവസവും നിങ്ങൾ ഒരു 10-15 മിനിറ്റോ മാറ്റി വെച്ചാൽ മതി. ഇത് ഈ മെത്തേഡ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. പൊളിറ്റീഷ്യൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ തവണ ലോക്കൽ ഇലക്ഷൻ വന്നപ്പോൾ ഇവിടെ LDF നിന്ന ആളും അതുപോലെ തന്നെ UDF നിന്ന ആളും എന്റെ അടുത്ത് രഹസ്യമായി വന്നിട്ട് ഈ ടെക്നിക്സ് പഠിച്ചിട്ട് പോയി. എന്തിനാന്നറിയോ? അവരത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കറിയാം NLP ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ കൂടുതൽ വശത്താക്കാമെന്ന്, നമ്മൾ പോലും അറിയാതെ. നരേന്ദ്രമോദിയെ പോലുള്ള ആളുകൾ ഇത്തരം ടെക്നിക്കുകൾ പഠിക്കുന്നുണ്ട്. ആക്ടേഴ്സ് പഠിക്കുന്നുണ്ട്, നല്ല നല്ല നടന്മാര്, അങ്ങനെ ഒട്ടനവധി നമ്മളുടെ ഇന്ന് സൊസൈറ്റിയിൽ കാണുന്ന ഒട്ടനവധി ആളുകൾ ഇതെല്ലാം ചെയ്യുന്ന ആളുകളാണ്, ഈ കോഴ്സ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇതിന്റെ പ്രാധാന്യം അതാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയോജനം ചെയ്യും. എന്നെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്റെ വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാം. ഓക്കെ, വെബ്സൈറ്റിലൂടെ അറിയാം ഇത് ആരാണ് ഇത് പഠിപ്പിക്കുന്നതെന്നുള്ള ബോധം നിങ്ങൾക്കും വേണമല്ലോ. ആരാണ്, എന്താണ് പഠിപ്പിക്കുന്നത്, അയാൾക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ, കാര്യങ്ങൾ എന്നൊക്കെ അറിയേണ്ടത് നിങ്ങളുടെ കടമയാണ്. അല്ലെങ്കിൽ അത് അറിയിക്കേണ്ടത് എന്റെ കടമയാണ്. ഇതെന്റെ വാട്സപ്പ് നമ്പറാണ്, നിങ്ങൾക്ക് അതിലൂടെ കോണ്ടാക്ട് ചെയ്യാം പിന്നെ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസുകൾ, ഇനി വരുന്ന ട്രെയിനിങ് പ്രോഗ്രാംസുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോ മൊബൈലിലൂടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ലിങ്കിലേക്ക് കയറാവുന്നതാണ്. വാട്സപ്പ് ലിങ്ക് ആണ്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇനി നടക്കുന്ന പ്രോഗ്രാംസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാൻ സാധിക്കും. നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഒരിക്കലും ചറപറ മെസ്സേജുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ആ ഗ്രൂപ്പിൽ ഉണ്ടാവൂ. അതുകൊണ്ട് നിങ്ങളെ സ്പാം ചെയ്ത് ശല്യപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പൊന്നും ഒരിക്കലും ഞാൻ ക്രിയേറ്റ് ചെയ്യാറില്ല. അതിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ ഇതൊക്കെയാണ് NLP എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. ഇനി നിങ്ങൾക്ക് സംവദിക്കാനുള്ള ഒരു സമയമാണ്, നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇപ്പൊ നാരായണേട്ടനൊക്കെ നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, എന്റെ മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ. അവർക്കൊക്കെ ബിനോയ് സാർ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മള് NLPയിൽ ഒത്തിരി ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഒന്ന് പറയാമോ? കാരണം എന്താണ് ഇതെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഒത്തിരി ടെക്നിക്ക്, ആങ്കറിങ്, അങ്ങനെ പല ടൈപ്പ് ടെക്നിക്സ് ഉണ്ടല്ലോ. അതെ 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 ഒരു പ്രായോഗികമായ രീതിയിലേക്ക് അതിനെ ഒന്ന് ഇതാണ് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ. 25-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത് കേട്ടോ. കാർത്തിക ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 25-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത് കേട്ടോ. 25-ാണ് 25. ഓക്കെ ഓക്കെ. ഇത് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ടെക്നിക്കിനെ കുറിച്ച് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ ഓക്കെ ഇത് നേരത്തെ ഓൾറെഡി ജോയിൻ ചെയ്ത ഒരാളാണ് കേട്ടോ. അത് ചോദ്യം ചോദിച്ചപ്പോ ഞാൻ മറുപടി പറഞ്ഞ സോറി. ഓക്കെ, ഇപ്പോ ഹലോ കാർത്തിക സംസാരിച്ചോളൂ. എന്താണ്? ഹലോ, അന്നൊരു ദിവസം എനിക്ക് പറഞ്ഞ ഒരു പറ്റി പറഞ്ഞ അലക്സാണ്ടർ എന്ന് പറഞ്ഞിട്ട് സാർ വായിച്ചു തന്നിട്ട് ഞാൻ അതിൽ ജോയിൻ ചെയ്തിരുന്നു. അപ്പൊ 7-ാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞു, പിന്നെ ഒന്നും കിട്ടിയില്ല. അത് 25-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഞാൻ മെസ്സേജ് ചെയ്തിരുന്നു. ഗ്രൂപ്പിൽ ശ്രദ്ധിച്ചായിരുന്നോ? ഡേറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്താണെന്ന് അറിയില്ല. അപ്പൊ സാറിനെ വിളിക്കാൻ പറഞ്ഞു. 25-ന് തുടങ്ങാം കേട്ടോ. തുടങ്ങുമല്ലേ? അതിൽ ഞാൻ ബോണസ് ആയിട്ട് ഇട്ടിരുന്നല്ലോ മെഡിറ്റേഷൻസ് PDF ഒക്കെ, അത് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. താങ്ക് യു സർ, അത് വലിയ യൂസ്ഫുൾ ആണ്. താങ്ക് യു സർ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ സർപ്രൈസ് ഇനി ഉണ്ടാവും. എന്റെ രീതി അതാണ്. നിങ്ങൾ മുടക്കുന്നത് എന്താണോ അതിലും ഒരുപാട് ഉപരിയായിട്ട് തരിക എന്നുള്ളത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം ഒരു NLP പ്രാക്ടീഷണർ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം 3500 രൂപ അല്ലേ സാബു സാറേ? മിനിമം 3500, 4000, 5000, ചിലർ 10000 ആണ് വാങ്ങിക്കുന്നത് ഒറ്റ ദിവസത്തെ പ്രോഗ്രാമിന്. അതൊക്കെ നിങ്ങൾക്ക് 1000-1500 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ്. ഇപ്പൊ സാബു സാറൊക്കെ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് സാർ എന്നെ ക്ഷണിച്ചത് പോലും. കാരണം സൊസൈറ്റിയിൽ ഇത് ആളുകൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ ഇതിന്റെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല. NLPയുടെ വില ഇതിലൊക്കെ ഉപരിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരു വിദേശിയിൽ നിന്ന് നിങ്ങൾ NLP പഠിച്ചെടുക്കണമെങ്കിൽ മിനിമം ഒരു 20,000 കൊടുക്കാതെ അയാൾ ക്ലാസ്സിലിരുത്തത്തില്ല. അതുപോലെ തന്നെ NLP മൈൻഡ് മാസ്റ്ററി എന്നൊക്കെ പറയുന്ന പ്രോഗ്രാം 1 ദിവസമോ 2 ദിവസമോ നടക്കുന്നത് ഇവിടെ ചെന്നിരുന്നാൽ നിങ്ങളുടെ തലയിലോട്ട് ഇതൊന്നും മൊത്തം കയറത്തൂല്ല. കാരണം അവിടെ ഇങ്ങനെ ചെറുപറേന്നങ്ങ് പോകും സ്പീഡില്. ഇതങ്ങനെയല്ല. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പേസിൽ പോകാം. നിങ്ങൾ എത്ര വേഗത്തിൽ പോകുന്നു, സ്ലോയിൽ പോകുന്നു, അതുപോലെ പോകാം.
ഒരു ദിവസം 10-15 മിനിറ്റ് മാറ്റി വെച്ചാൽ കേട്ടോ, ഏറിയാൽ 20 മിനിറ്റ്, അത്രയേ ഉള്ളൂ. പക്ഷെ ആ 20 മിനിറ്റ് പല ഭാഗങ്ങളായിട്ട് 21 ദിവസം വരുമ്പോൾ എത്ര മിനിറ്റ് നിങ്ങൾക്ക്, എത്ര മണിക്കൂർ കിട്ടിയെന്ന് നിങ്ങൾ ആലോചിക്കണം. പല ഖണ്ഡങ്ങളായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുകയും ചെയ്യും. അതാണ് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. മനസ്സിലായോ? ഓക്കെ. ഇപ്പോ ഫോർ എക്സാമ്പിൾ NLP ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാനായിട്ട് ഞാനിപ്പോ പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തില് എപ്പോഴും പ്രശ്നങ്ങളാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ, എപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ മുഖം മ്ലാനമായിട്ടാണ് ഇരിക്കുന്നത്, പ്രശ്നങ്ങൾ കൊണ്ട് ഉഴലുന്ന ഒരാളാന്ന് വിചാരിക്കും. എങ്കില് നിങ്ങൾ ആ പിക്ചർ നിങ്ങൾ ആദ്യം മനസ്സിൽ കാണണം, നിങ്ങളുടെ മോശാവസ്ഥ. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? ഓക്കെ, ഇതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ വരികയാണ്, അപ്പോഴുണ്ടാവുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? ഇത് രണ്ടും നിങ്ങളൊന്ന് ചിത്രീകരിക്കണം കേട്ടോ മനസ്സിൽ. അപ്പോൾ ആദ്യം ചിത്രീകരിക്കേണ്ടത്, ഈ ചിത്രീകരിച്ചതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരണം, ആ അനുഭവങ്ങളെല്ലാം കൊണ്ടുവരണം. ഓക്കെ, അതിനെ നമ്മളൊരു ബ്ലാക്ക് ഫ്രെയിമിലാക്കി മാറ്റുക, കറുത്ത നിറത്തിലുള്ള ഒരു ഫ്രെയിമിലാക്കി മാറ്റുക. എന്നിട്ട് അതിനെ ഇടത്തോട്ട് മാറ്റി നിർത്തിയിട്ട് പുതിയതൊന്ന്, അതായത് നല്ല അവസ്ഥ, നമ്മൾ സന്തോഷകരമായിട്ട് ആഹ്ലാദകരമായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു വൈറ്റ് ഫ്രെയിമിലാക്കുക. എന്നിട്ട് ആ വൈറ്റ് ഫ്രെയിം നമുക്ക് കൂടുതൽ 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 സൂം ചെയ്യുക. നമ്മളിപ്പോ നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞ സൂം ചെയ്യുക, വലുതാക്കി 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 വ്യക്തത കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ അത് മനസ്സിൽ പൂർണ്ണമായിട്ട് വിഷ്വലൈസ് ചെയ്ത് പ്രതിഷ്ഠിക്കുക. ഇത് NLPയിലെ ഒരു ടെക്നിക്കാണ്. നമ്മൾ മോശാവസ്ഥയിൽ നിന്ന് ഒരു സന്തോഷാവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ ചെയ്തു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കണോ? നിങ്ങൾ ചെയ്തു നോക്കണോ? നിങ്ങൾ പറഞ്ഞാൽ ചെയ്യാം. എന്ത് പറയുന്നു? നിങ്ങൾ പ്രതികരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ണടച്ചിരിക്കുക, കണ്ണടച്ച് വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക കേട്ടോ. മസിലൊന്നും പിടിക്കണ്ട, നട്ടല് നിവർത്തി റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക കേട്ടോ. ഞാനൊന്ന് മ്യൂട്ട് ആക്കാം കേട്ടോ, ശബ്ദം ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ. ഓക്കെ, ഓക്കെ. ഇനി ദീർഘശ്വാസം എടുക്കുക 3 തവണ. ഇൻഹേൽ സ്ലോലി, ഹോൾഡ് ഇറ്റ്, എക്സേൽ സ്ലോലി. ഉച്ഛ്വാസമായി പുറത്തേക്ക് വിടുക. ഇൻഹേൽ വെരി സ്ലോലി, hold it, exhale very slowly, hold it, inhale very slowly, hold it, exhale very slowly, hold it. നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിൽ മാത്രം ആയിരിക്കട്ടെ. ഇനി നിങ്ങളുടെ മോശമായിട്ടുള്ള മാനസികാവസ്ഥയെ ഇപ്പോൾ മനസ്സിൽ പൂർണ്ണമായി ചിത്രീകരിക്കുക. അപ്പോൾ മനസ്സിൽ വരുന്ന ചിത്രങ്ങൾ, ആ ചിത്രത്തിന്റെ നിറങ്ങൾ, അനുഭവങ്ങൾ, ഇതെല്ലാം മനസ്സിൽ ഉൾക്കൊള്ളുക. അത് സ്വയം ഒന്ന് അനുഭവിക്കുക. ഇപ്പോൾ നാം ടെലിവിഷനിൽ എന്ന പോലെ ഈ ചിത്രം മുന്നിൽ കാണുന്നുണ്ട്. അതിനു ചുറ്റും ഒരു കറുത്ത ഫ്രെയിം ഉണ്ടാകുന്നത്, തെളിഞ്ഞു വരുന്നത് കാണുക. പതുക്കെ പതുക്കെ ഈ ചിത്രം കളറുകളെല്ലാം മാറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു കാണുക. പതുക്കെ പതുക്കെ ആ ചിത്രം ചെറുതായി ചെറുതായി ഇല്ലാതാകുന്നത് കാണുക. നിങ്ങളുടെ ഒരു കൈ കൊണ്ട്, ഇടത് കൈ കൊണ്ട് അതിനെ ഇടത് ഭാഗത്തേക്ക് മാറ്റി നിർത്തുക. കണ്ണടച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക.
അടുത്തതായി നിങ്ങൾ ഈ പ്രശ്നം പരിഹരിച്ച് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണുക. നിങ്ങൾ ചിരിക്കുകയാണ്, സന്തോഷം അനുഭവിക്കുകയാണ്, വിജയ ശ്രീലാളിതനായിരിക്കുകയാണ്, ആനന്ദവതിയോ അല്ലെങ്കിൽ ആനന്ദം നിറഞ്ഞവനോ ആയിരിക്കുന്നതായി പൂർണ്ണമായി ചിത്രീകരിക്കുക. ആ ആഹ്ലാദവും സന്തോഷവും സമാധാനവും എല്ലാം മനസ്സിൽ പൂർണ്ണമായിട്ട് അനുഭവിച്ചറിയുക. ഈ ചിത്രത്തെ കൂടുതൽ കൂടുതൽ സ്പഷ്ടമാക്കുക. ആ ചിത്രത്തിൽ തെളിഞ്ഞു വരുന്ന നിറങ്ങൾ, ഗന്ധമുണ്ടെങ്കിൽ അത്, ചിത്രത്തിൽ ആരെല്ലാം ഉണ്ട്, നമ്മളുടെ മനസ്സിന്റെ ഇപ്പോഴത്തെ സന്തോഷകരമായ അവസ്ഥ സ്വയം അനുഭവിച്ചറിയുക. സന്തോഷം കൊണ്ട് പുഞ്ചിരി തൂകുക. ഈ ചിത്രത്തെ വൈറ്റ് കളർ അഥവാ വെളുത്ത നിറത്തിലുള്ള ഒരു ഫ്രെയിമിൽ നമ്മുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കുക. അത് കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ ശ്രമിക്കുക. ദിസ് ഇസ് എ വിഷ്വലൈസേഷൻ ടെക്നിക്. കൂടുതൽ വ്യക്തത കൊണ്ടുവരിക. ചിത്രത്തിൽ എത്രത്തോളം അടുത്താണ് നിങ്ങൾ ആ ചിത്രം കാണുന്നത് അത് വലുതാക്കി വലുതാക്കി കൊണ്ടുവരിക. കൂടുതൽ വ്യക്തത ഉണ്ടാക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാക്കുക. സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക. സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും ഒരു പുഞ്ചിരി തൂകുക. ഈ ചിത്രം പൂർണ്ണമായി നിങ്ങളുടെ മനസ്സിൽ നിറയട്ടെ. അത് പൂർണ്ണമായിട്ട് സൂം ചെയ്യുക, വലുതാക്കി കാണുക. അതിലെ നിറം, എന്തെങ്കിലും ഗന്ധമുണ്ടെങ്കിൽ അത് തിരിച്ചറിയുക. അപ്പോഴുള്ള വികാരങ്ങളെ തിരിച്ചറിയുക. നല്ല വികാരങ്ങള്, പോസിറ്റീവായിട്ടുള്ള വികാരങ്ങൾ. വീണ്ടും ഇതിനെ ഒരു വെളുത്ത ഫ്രെയിമിൽ കൊണ്ടുവരിക. അതിനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. പതുക്കെ പതുക്കെ നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാം. ഞാൻ 1 മുതൽ 5 വരെ എണ്ണി കഴിയുമ്പോൾ പതുക്കെ നിങ്ങൾ പുറത്തേക്ക് കിടക്കുക കേട്ടോ. സ്ലോലി സ്ലോലി യു ആർ ഗോയിങ് ടു കം ഔട്ട്. 1, പതുക്കെ പതുക്കെ പുറത്തേക്ക് കിടക്കുക. 2, 3, 4, പതുക്കെ പതുക്കെ പൂർണ്ണമായ ബോധാവസ്ഥ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക. 5, പൂർവാധികം സന്തോഷത്തോടും സമാധാനത്തോടും പുഞ്ചിരിയോടും കൂടി കണ്ണുകൾ തുറക്കുക. ഓപ്പൺ യുവർ ഐസ് സ്ലോലി, വെരി വെരി സ്ലോലി. കണ്ണുകൾ വളരെ പതുക്കെ തുറക്കുക. യെസ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം എന്താണെന്ന് ഇത് സ്വയം ചെയ്തു നോക്കിയവർക്കൊന്ന് പറയാം. സിമ്പിൾ ടെക്നിക്ക് ആട്ടോ. ഞാൻ ഇതിലൊക്കെ വലിയ വലിയ ടെക്നിക്കുകളുണ്ട്. ഇതൊരു സിമ്പിൾ ടെക്നിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്കുള്ള മെഡിറ്റേഷൻ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിലും നന്നായിട്ടാണ്. NLP, ഹിപ്നോസിസ്, മെഡിറ്റേഷൻ, ബ്രീതിങ് ടെക്നിക്സ്, ഇതിന്റെ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് തരുന്ന ഓരോ മെഡിറ്റേഷൻസ്. അത് ഫലം കിട്ടിയിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട്. വെരി ഹാപ്പി. താങ്ക് യു സാർ. ഓക്കെ കാർത്തിക, സന്തോഷം. നിങ്ങളിത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് NLP എന്ന് പറയുന്നത് എന്തോ വലിയ ഒരു ശാസ്ത്രമാണ്, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നാണെന്നൊക്കെ ഒരു തോന്നലാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. NLP ഈസ് വെരി സിമ്പിൾ. ആ ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് ഓരോ ടെക്നിക്കുകളും ഇതുപോലെയുള്ള മെഡിറ്റേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. സ്വിഷ് മെത്തേഡ്, നിങ്ങളുടെ ദുശീലത്തെ മാറ്റണം. ആ ദുശീലത്തെ മാറ്റാൻ എത്ര തവണ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ വിൽ പവറും കൂടി ആശ്രയിച്ചിരിക്കും. ചിലര് 1, 2, 3 തവണ ചെയ്യുമ്പോഴേക്കും അവർ ദുശീലത്തെ മാറ്റാൻ സാധിക്കും. വിൽ പവർ കൂടുതലുള്ളവർ, അല്ലാത്തവർ കൂടുതൽ തവണ ചെയ്യണം എന്നേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. സ്വിഷ് മെത്തേഡ് വരുന്നുണ്ട്. നിങ്ങൾ ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ, കള്ളുകുടി, സിഗരറ്റ് വലി, അങ്ങനെയുള്ള ദുശീലങ്ങൾ വരെ മാറ്റിയെടുക്കാം. പ്രൊവൈഡഡ് യു ഷുഡ് ഹാവ്
ദാറ്റ് സ്ട്രോങ് വിൽ പവർ. നിങ്ങൾക്കത് മാറ്റണം എന്നുള്ളൊരു വിചാരം ഉണ്ടായാൽ, മാറ്റിയെടുക്കണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതില് വെൽത്ത് മെഡിറ്റേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. എന്തൊക്കെയായാലും നമുക്ക് ധനമില്ലാതെ ജീവിക്കാനൊക്കെ ഇല്ലല്ലോ. നമ്മളെ മനസ്സിലേക്ക് അഫർമേഷൻസ്, അപ്പൊ ഇതിൽ അഫർമേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ആ മെഡിറ്റേഷൻസിൽ. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് മെഡിറ്റേഷൻ ഉണ്ട്. അതില് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബ്രെയിൻ എൻട്രെയിൻമെന്റ് ആണ്. ബ്രെയിൻ എൻട്രെയിൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനെ പെട്ടെന്ന് ആൽഫ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ട് അതിൽ അഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അധികം നേരം, അരമണിക്കൂർ 1 മണിക്കൂറൊന്നും ഇരിക്കണ്ട. ജസ്റ്റ് 15 minutes, 12 minutes, 10 minutes is enough. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുള്ള മെഡിറ്റേഷൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇത്തരം മെഡിറ്റേഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത ആൾ ഇവിടെ ഒരാളുണ്ട് കേട്ടോ, നാരായണേട്ടനുണ്ട്. നാരായണേട്ടൻ വേണമെങ്കിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. അതിന് മുമ്പൊക്കെ ഞങ്ങള് കോവിഡ് കാലഘട്ടത്തില് വളരെ രസകരമായിട്ട് മെഡിറ്റേഷൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ബാക്കിയുള്ളവര് പുതിയ മുഖമാണെന്ന് തോന്നുന്നു. രൂപേഷിനെ ഇടയ്ക്ക് കാണാറുണ്ട്. ടീച്ചറുണ്ട്. സാർ ഞാൻ NLPയും സാറിന്റെ അറ്റൻഡ് ചെയ്ത ആളാണ്. എങ്ങനെയുണ്ടായിരുന്നു ടീച്ചറെ നമ്മളെ? ഓ സൂപ്പറാണ്. സാറിന്റെ NLP കോഴ്സും ഞാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ്. മെഡിറ്റേഷനും NLP കോഴ്സും ഞാൻ ചെയ്തതാണ്. സാർ ഓർക്കുന്നുണ്ടാവും. രണ്ടും യെസ്. വളരെയധികം നമുക്ക് നമ്മളെ സംബന്ധിച്ച് NLP ഞങ്ങളെ കോളേജ് സിലബസിലുള്ളതാണ്. ശരി, ഒരു കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു ഭാഗം കൂടിയാണ്. അപ്പൊ അത്രയും അതിന് എഫക്റ്റീവ് ഉള്ളതുകൊണ്ടാണ് ഒരു സിലബസിൽ വരുന്നത്. യൂണിവേഴ്സിറ്റി സിലബസിലുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് ഞാൻ സാറിന്റെ കയ്യിൽ നിന്ന് പഠിച്ചത്. അതിന്റെ തിയറി മാത്രം അറിയുന്ന ഒരാളായിരുന്നു. അപ്പൊ അത് സ്വന്തം ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് പരീക്ഷിച്ച് വിജയിച്ച ആളെന്ന നിലയിൽ ഞാൻ NLPയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ഒരു കടമയാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് മുമ്പോട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയി വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. അവിടെ നമുക്ക് സ്വയം തിരുത്താനും മറ്റുള്ളവരെ കൂടുതൽ അടുപ്പിക്കാനും ഒക്കെയുള്ള ഒരു ടെക്നിക്കായിട്ട് നമുക്ക് ഇതിൽ പലതും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എൻ്റെ ഒരു അഡ്വൈസ് ആണ് ഇത് എല്ലാവരും അറിയണം എന്നുള്ളത്. സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് NLP. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും അതിന്റെ പ്രാക്ടിക്കൽ സൈഡോടെ കൊടുക്കുമ്പോൾ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പറയുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറഞ്ഞ ചെലവിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇതാണ്. ഞാനത് അന്വേഷിച്ചിരുന്നു. 25,000 ഓഫ്ലൈനിലൊക്കെ, പിന്നെ 5,000 തൊട്ടുള്ളതുണ്ട്. പക്ഷെ ഈ ഓൺലൈനിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഈ കുറഞ്ഞ ഫീസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ്. അതിൽ നല്ലത് ചെയ്യുന്നത് കൊണ്ട് ആർക്കും ദോഷം ഉണ്ടാവില്ല, ഉപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് 100-ൽ 100 മാർക്കുണ്ട് അതിന്. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ടീച്ചർ അത് ചെയ്ത ഒരാളാണ്. അപ്പൊ അങ്ങനെ ചെയ്ത ഒരാളോട് ചോദിക്കുന്നതാണല്ലോ ഏറ്റവും ഭംഗി. അതാണ് ഞാൻ ടീച്ചറിനെ പെട്ടെന്നാണ് കണ്ടത്. ഞാൻ നേരത്തെ കണ്ടിരുന്നില്ല. ടീച്ചർ ഒരു പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു കേട്ടോ. B.Ed കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്നു. ഇപ്പോഴും കുട്ടികളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അവർക്ക് പല ആളുകളുടെ മനസ്ഥിതി മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ അധ്യാപകരാണ്. അപ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രായത്തിലും ഉപയോഗിക്കാൻ കേട്ടോ. വിനോദ് സാർ, ഒരു ഹെൽപ്പും കൂടെ. നമ്മള് ഐക്ലൂസ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ഏതാണ്? ഐക്ലൂസ് ഐ ആക്സസിങ്. അപ്പൊ അതില് ആ ടോപ്പ് സൈഡ് അതൊരു ഇല്ലസ്ട്രേഷൻ ഒന്ന് കാണിച്ചിരുന്നു. അതിന്റെ ടോപ്പ്. ഇപ്പോ നമ്മള് ഐ ആക്സസിങ് ക്യൂസ് എന്ന് പറയുന്നത് NLPയില് നമ്മളെ മൈൻഡ് എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളെ കൃഷ്ണമണി ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ ഈ ആംഗിളിൽ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ വിഷ്വലി കൺസ്ട്രക്ടിങ് ആണ്, ക്രിയേറ്റിംഗ് ആണ്. ഒരാൾ സംസാരിക്കുന്ന ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അയാൾ ക്രിയേറ്റ് ചെയ്ത് പറയുകയാണ്. ലെഫ്റ്റിലോട്ട് ഇങ്ങനെ മേലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഈസ് റിയലി ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻ, അങ്ങനെ നടന്നിട്ടുണ്ട് ആ സംഭവം, അതിനെ കുറിച്ചിട്ട് പറയുകയാണ്. അതേസമയം കൺസ്ട്രക്ട് ചെയ്യാണ്, കഥകൾ പറയുകയാണ്. കഥകൾ മെനയുവാണെങ്കിൽ അയാളുടെ കണ്ണ് വലതു ഭാഗത്തേക്ക് മേലോട്ട് പോകും. അതുപോലെ തന്നെ ഒരാൾ ചിന്തിക്കുകയാണെന്ന് വെക്കുക, ചിന്തിക്കുകയാണോ, കേട്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ചെവിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ പോകും. ഇപ്പൊ കേട്ട കാര്യം വലതു ഭാഗത്തേക്കാണ് ഇങ്ങനെ കണ്ണ് പോകുന്നതെങ്കിൽ, കൃഷ്ണമണി പോകുന്നതെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യാം. അതേസമയം ഇടതു ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ കേട്ട കാര്യം തന്നെ പറയാം. അപ്പൊ നുണ പറയുകയാണോ സത്യം പറയുകയാണോ എന്നൊക്കെ ഒരാളുടെ കണ്ണിന്റെ മൂവ്മെന്റ്സ് ഉപയോഗിച്ചിട്ട്, ഐ മൂവ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ലെഫ്റ്റിലേക്ക് താഴേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോയാൽ ഇങ്ങനെയൊക്കെ ഇതിനകത്ത് ശാസ്ത്രമുണ്ട്. മനസ്സിലായോ? ഈ പോലീസുകാർ ഇത് പഠിക്കാറുണ്ട്. കാരണം ഈ കുറ്റവാളികളെ ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ ഐ മൂവ്മെന്റ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവൻ നുണയാണോ സത്യമാണോ പറയുന്നതെന്നൊക്കെ.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ NLP ഉണ്ട് കേട്ടോ. ഇതൊക്കെ വളരെ രസകരമാണ് പഠിച്ചു കഴിഞ്ഞാൽ. അതാണ് ആ സിനിമയില് ആരാണ് നമ്മുടെ ദിലീപ് എന്ന് പറയുന്ന നടൻ പറയുന്നുണ്ടല്ലോ, ഒരു വിക്കുള്ള ഒരു വക്കീലായിട്ട് വരുന്നുണ്ടല്ലോ ഒരു സിനിമയില്. ഞാൻ സിനിമയുടെ പേര് പെട്ടെന്ന് അങ്ങ് ഓർക്കുന്നില്ല. ജോസഫ് എന്ന് പറയുന്ന സിനിമയിലുണ്ട്. ജോസഫ് എന്ന് പറയുന്ന സിനിമയിലും അത് പറയുന്നുണ്ട്. യെസ് അത് പറയുന്നുണ്ട്. അപ്പൊ NLP നോക്കി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡേഴ്സും റൈറ്റ് ഹാൻഡേഴ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യമുണ്ട്. അത് നേരെ ഓപ്പോസിറ്റ് ആവും IQs. റൈറ്റ് ഹാൻഡേഴ്സ് ഉപയോഗിക്കുന്ന പോലെയല്ല ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉപയോഗിക്കുന്നത് കണ്ണിന്റെ മൂവ്മെന്റ്. ഞാൻ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇതിന്റെ NLP പ്രാക്ടീഷണർ കോഴ്സിൽ വരും. കുറച്ചുകൂടി വിശദമായിട്ടുള്ള പഠനമാണ്. അപ്പൊ ഇതില് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. ഇതെല്ലാം ഇത് ലൈഫ് ടൈം ആക്സസ് ആണ്. നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് പഠിക്കുകയാണെങ്കിൽ, ഓഫ്ലൈൻ കോഴ്സ് പോയിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ അത്രയും സമയം നമ്മൾ കളയണം. ഇപ്പൊ തന്നെ ടീച്ചർ പറഞ്ഞിട്ടില്ലേ, തിയറി അറിയാം, പ്രാക്ടിക്കൽ അറിയില്ല. അതുകൊണ്ട് കാര്യമില്ല. NLP വെറുതെ പഠിച്ചു അതിന്റെ തിയറി അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ NLP പഠിച്ചിട്ട് കാര്യമുള്ളൂ. അതല്ലെങ്കിൽ കുറെ തിയറി ഇങ്ങനെ പഠിച്ചു. ഓരോ ദിവസവും സാർ എന്തായിരിക്കും ഡെലിവറി ചെയ്യുന്ന ഓരോ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്തായിരിക്കും കൊടുക്കുന്നത്? ഓരോ ദിവസവും, അതായത് ഇപ്പോ ഫസ്റ്റ് NLP ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഒരു ദിവസം. എന്താണ് NLP, എന്തല്ല NLP, ഒരു ഇൻട്രൊഡക്ഷൻ. ശരിക്കും NLP പ്രാക്ടീഷണർ കോഴ്സിൽ വരുന്ന പോലെ തന്നെയാണ്. സെക്കൻഡ് ഡേയിൽ NLP കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ്, അത് എങ്ങനെ യൂസ് ചെയ്യാം, പിന്നെ മോഡലിംഗ് ടെക്നിക്, സ്വിഷ് മെത്തേഡ്, ദുശീലങ്ങളെ മാറ്റാൻ, ബന്ധങ്ങളെ നിലനിർത്താൻ, ഫാമിലി NLP. ഇനി ഒരു വർക്കിംഗ് എംപ്ലോയി ആണ്, ഒരു HR മാനേജർ ആണെങ്കിൽ എങ്ങനെ നല്ല ആളുകളെ തിരഞ്ഞെടുക്കാം, അതിനുള്ള NLP പ്രയോഗം എന്താണ്. അങ്ങനെ ഓരോന്നിനും ഇതിനകത്ത് വരുന്നുണ്ട്. 21 ദിവസവും ഓരോരോ ടെക്നിക്കുകളാണ് വരുന്നത്. അത് കൂടാതെ ഇതിനകത്ത് ഓഡിയോ ആയിട്ടാണ് അത് വരുന്നത്. ഓഡിയോ ആയിട്ടാണ്. നമ്മൾ ഒരു ഹെഡ്ഫോണോ ഇയർഫോണോ ഉപയോഗിച്ചിട്ട് കേട്ടാൽ മതി, വ്യക്തമായിട്ട് കേൾക്കാം. നമ്മളത് ആവർത്തിച്ച് കേൾക്കുക. അപ്പോഴാണ് നമ്മളത് പഠിക്കുക. അതേസമയം നമ്മൾ ഒരു തിയറി ക്ലാസ്സിൽ ചെന്നിരുന്നാലും പറഞ്ഞു പോകുന്നത് പിന്നെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതവിടെ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ക്ലാസ് ഒരു ഓഡിറ്ററി സ്റ്റൈലിലാണ് പോകുന്നത് അല്ലേ? ഒരു ഓഡിറ്ററി ഫോമിലാണ് പോകുന്നത്. ഓഡിറ്ററി ഫോമിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. പക്ഷേ വിഷ്വലൈസേഷൻ നമ്മൾ അവിടെ ചെയ്യിക്കുന്നുണ്ട്. അതിന്റെ ഇപ്പോ സ്വിഷ് മെത്തേഡ് പഠിപ്പിക്കുമ്പോൾ സാറേ, ആ സ്വിഷ് മെത്തേഡ് അവിടെ തന്നെ ഒരു മെഡിറ്റേഷൻ രൂപത്തിൽ കൊടുക്കും അവരെ കൊണ്ട് അത് ചെയ്യിക്കാനായിട്ട്. ഒരു ഫയല് സ്വിഷ് മെത്തേഡ് എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഫയല്, ഓഡിയോ ഫയൽ വരുന്നത് ആ സ്വിഷ് മെത്തേഡ് സ്വയം അപ്ലൈ ചെയ്യുന്ന രീതിയാണ്, പ്രാക്ടിക്കൽ മെത്തേഡാണ് വരുന്നത്. ഓരോന്നിനും പ്രാക്ടിക്കൽ മെത്തേഡിലൂടെയാണ് പോകുന്നത്. കാരണം പ്രാക്ടിക്കാലിറ്റി കൊണ്ട് NLP പഠിച്ചാലേ കാര്യമുള്ളൂ. അല്ലാതെ തിയറി പഠിച്ചിട്ട് ഒന്നും നമുക്ക് നേടാനുള്ളതൊന്നുമില്ല. ഇപ്പൊ തന്നെ ടീച്ചർ പറഞ്ഞു കേട്ടില്ലേ, ടീച്ചർ പറഞ്ഞ കറക്റ്റ് ആണ്. തിയറി അറിയാം, പ്രാക്ടിക്കൽ അറിയില്ല. ഇവിടെ തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അതാണ് അതിന്റെ ബ്യൂട്ടി. ഈ കോഴ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് 6ഓളം ബാച്ചുകൾ കഴിഞ്ഞു. അനേകം പേര് ജോയിൻ ചെയ്തതാണ്. അവരുടെയൊക്കെ അഭിപ്രായമുണ്ട്, നല്ല അഭിപ്രായമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നിങ്ങളെ ഞാൻ അറിയിക്കാം. നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് തരാൻ സാധിക്കും. എന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടി വേണമെങ്കിൽ ഷെയർ ചെയ്യാം. വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് നേരിട്ട് എന്നോട് സംവദിക്കാം, കുഴപ്പമില്ല. എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ തിരക്കാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കോൾ എടുത്തിരിക്കും കേട്ടോ. ഞാൻ നിങ്ങളോട് ജാടയൊന്നും കാണിക്കുന്ന ഒരാളല്ല. കാരണം ജനങ്ങളെ സേവിക്കാനായിട്ട് ഉദ്ദേശിച്ചിറങ്ങിയ ഒരാളാണ്. അപ്പൊ പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എപ്പോ വിളിച്ചാലും ഞാൻ എടുക്കാൻ റെഡിയാണ്. അങ്ങനെയുള്ള ജാടകളൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. നിങ്ങൾ വിളിക്കാം, പക്ഷെ ഒന്ന് മെസ്സേജ് അയക്കുക. ഞാനൊന്ന് ഫ്രീ ആണോ എന്ന് നോക്കുക. കാരണം ഞാൻ എപ്പോഴും ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠനത്തിലും അതുപോലെ തന്നെ മോഡ്യൂൾ ഉണ്ടാക്കുന്നതിലൊക്കെ എപ്പോഴും വ്യാപൃതനാണ്. പിന്നെ ചില ആളുകൾ കൺസൾട്ടേഷൻ വിളിക്കും, ആ സമയത്ത് എനിക്ക് എടുക്കാനൊക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തില്ലെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുക. അതല്ലെങ്കിൽ ഞാൻ ഫോൺ എടുത്തിരിക്കും. ഞാൻ ഒന്നുകൂടി നമ്പർ തരാം, 9349922207. ഓക്കെ. ഈ 25-ാം തീയതിയാണ് കോഴ്സ് ആരംഭിക്കുന്നത്. 25-ാം തീയതി മുതൽ കാലത്ത് ഒരു 7-നും 9-നുള്ളിൽ ഇടയ്ക്ക് ഈ ഓഡിയോ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അത് കേൾക്കാം. വൈകുന്നേരമോ പിറ്റേ ദിവസമോ 3-ാം ദിവസമോ എപ്പോ വേണമെങ്കിൽ. പക്ഷേ അതാത് ദിവസം കേട്ടിരുന്നാൽ നിങ്ങൾക്ക് ആ കണ്ടിന്യൂറ്റി കിട്ടും. ഒരു 10-15 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. കിടക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ എഴുന്നേറ്റ് ഉടനെയോ ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് ആ ഒരു സമയം കണ്ടെത്തിയാൽ നിങ്ങൾ കണ്ണടച്ചിരുന്ന് കേട്ടാൽ മതി. ഒരു ക്ലാസ് വിഷ്വലൈസ് ചെയ്ത് കാണുന്നതായിട്ട്, അതിപ്പോ എന്റെ മുഖം കണ്ടല്ലോ, ഞാൻ നിന്ന് ക്ലാസ് എടുക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. NLP-യിലൂടെ തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തോളൂ. അത് ഒരു NLP-യാണ്. വന്ന സാറ്, എന്റെ രൂപങ്ങളും ഭാവവും ഒക്കെ നിങ്ങളിപ്പം മനസ്സിൽ കാണുന്നുണ്ടല്ലോ, അതൊന്ന് റീകൺസ്ട്രക്ട് ചെയ്യാൻ മനസ്സിൽ. ഓക്കെ, ഈ സാറാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾക്ക് ആ ഫേസ് ഓർക്കാൻ സാധിക്കും. കാരണം മനുഷ്യ മനസ്സിൽ ഓർക്കാനുള്ള കഴിവുണ്ടല്ലോ. ആ വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മനസ്സിലായോ? അപ്പൊ ഒരാളെ പരിചയപ്പെട്ടു,
നേരിട്ട് കാണുന്നില്ലെങ്കിൽ പോലും നമ്മൾ സൂമിലൂടെ ആണെങ്കിൽ പരിചയപ്പെട്ടു. എന്തായാലും നിങ്ങളൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഭാഗ്യം. ഇതുപോലെ ഒട്ടനവധി ആളുകൾ കോഴ്സ് ജോയിൻ ചെയ്ത് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ കോഴ്സ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ മെയിൻ ആയിട്ട് വന്നത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് 2 വാക്കുകൾ പറയുക, ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമാണ്. പിന്നെ നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ വലിയ പണം കൊടുത്തിട്ട് നമ്മൾ പോയിട്ട് തിയറി മാത്രം പഠിച്ചാലോ ഒന്നും നമ്മൾക്ക് ഗുണമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രാക്ടിക്കൽ മെത്തേഡിനാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത്. ജീവിതത്തിൽ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണമല്ലോ. ഇപ്പൊ സൈൻ തീറ്റ കോസ് തീറ്റ നമ്മൾ പഠിച്ചു, നമ്മൾക്ക് തീറ്റയ്ക്കുള്ള വല്ല വകുപ്പുണ്ടോ എന്നുള്ളതാണ് സാധാരണക്കാരൻ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ പ്രാക്ടിക്കാലിറ്റിയിൽ ഇതിൽ എവിടെ ഉപയോഗമെന്ന് പഠിക്കുമ്പോഴാണ് അതിന് പ്രയോജനം ഉണ്ടാവുന്നത് എന്ന് പറയുന്ന പോലെയാണ് NLP. സാർ, ഇത് തിയറി ആയിട്ട് ക്ലാസ് സാറിന്റെ ഫേസിൽ അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഉണ്ടോ? ഓഫ്ലൈൻ ആണോ? അല്ല, ഓഫ്ലൈൻ അല്ല, ഓൺലൈനിൽ തന്നെ സാറ് നേരിട്ടെടുക്കുന്ന രീതിയിലുള്ള ഓഡിയോ അല്ലാതെ. അങ്ങനത്തെ ക്ലാസ് NLP പ്രാക്ടീഷണർ കോഴ്സാണ് ഞാൻ ചെയ്യാറുള്ളത്. NLP പ്രാക്ടീഷണർ കോഴ്സാണ്. അതൊരു സീരിയസ് കോഴ്സാണ്. തെറാപ്പിസ്റ്റുകൾ, ട്രെയിനേഴ്സ്, അങ്ങനെയുള്ള ആളുകൾക്ക്, കൗൺസിലേഴ്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് സാർ. അത് ഡയറക്റ്റ് സൂം ക്ലാസ് ആണ്. അത് 20 hours ഉണ്ടാവും. 2 hours ഉള്ള 10 ക്ലാസ്സുകൾ ഉണ്ടാവും. 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 10 ചാപ്റ്റേഴ്സ് ആണ് NLP പ്രാക്ടീഷണർ കോഴ്സ്. ആ കോഴ്സ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ അത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് തെറാപ്പിസ്റ്റ് അംഗീകരിച്ച കോഴ്സാണ്. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ തരുന്ന സർട്ടിഫിക്കറ്റ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് തെറാപ്പിസ്റ്റിന് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾ $30 കൊടുക്കേണ്ട സ്ഥാനത്ത് വെറും $10 നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ 1 വർഷത്തേക്ക് മെമ്പർഷിപ്പ്, ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് തെറാപ്പിസ്റ്റ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. സീരിയസ് ആയിട്ട് ഈ കോഴ്സിനെ എടുക്കുന്ന ഒരാളാണെങ്കിൽ NLP പ്രാക്ടീഷണർ കോഴ്സ് ചെയ്യണം. കാരണം അത് ക്വാളിറ്റി അക്രഡിറ്റഡ് കോഴ്സാണ്. 10,000 ആണ് അതിന്റെ ചാർജ് വരുന്നത്. കാരണം അതിന് വില കുറയ്ക്കാൻ പറ്റില്ല സാറേ. വേറൊന്നുമല്ല, അത് വളരെ ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന കോഴ്സ് അല്ല. അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ട്രെയിനേഴ്സ് ആണ്. ഇപ്പോൾ എന്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ എന്റെ ആ പ്രൊഫൈൽ അവിടെ രജിസ്റ്റർ ചെയ്തേക്കുന്നത് കാണാം. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് തെറാപ്പിസ്റ്റിന്റെ അംഗീകൃതമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡറാണ് യൂണിവേഴ്സൽ എനർജി ഹീലിംഗ് ആൻഡ് ട്രെയിനിങ്.com എന്ന് പറയുന്നത്. സാറ് പറയുന്ന ഈ ബേസിക് കോഴ്സിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച്? അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടാണോ ചുറ്റുമുള്ളവരിലോ എങ്ങനെയാണ് അതിൻ്റെ അകത്തൊരു എല്ലാ രീതിയിലും വ്യക്തിപരമായിട്ടും നമുക്ക് ചുറ്റുമുള്ളവരുമായിട്ടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുമല്ലോ സാറേ. സാർ NLP പഠിച്ച ഒരാളാണല്ലോ. നമ്മളത് പ്രാക്ടിക്കൽ ആക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ഇപ്പൊ തന്നെ ഞാൻ ഈ ഭാര്യ ഭർത്താവിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞ് അതിനകത്തും വരുന്നുണ്ട്, ആ പ്രോഗ്രാമിൽ വരുന്നുണ്ട്. ഇപ്പൊ എന്റെ ജ്യേഷ്ഠന്റെ അനുഭവം പറഞ്ഞില്ലേ, കസിൻ ബ്രദർ, അതൊക്കെ വളരെ രസകരമായിട്ടാണ് അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രാക്ടിക്കൽ മെത്തേഡ്സിലൂടെ വളരെ സരസമായിട്ടാണ് നമ്മൾ ഓഡിയൻസിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് എൻജോയ് ചെയ്തിട്ട് കേൾക്കാം. ഇത് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ പലരും പറയാറുണ്ട്, സാറേ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, വാട്സപ്പിലൂടെ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ. കാരണം അതുപോലെയാണ് അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ കോവിഡ് കാലഘട്ടത്തിന്റെ തുടക്കത്തിലാണ് ഇത് റെക്കോർഡ് ചെയ്തത്. അന്ന് ഇഷ്ടംപോലെ സമയം കിട്ടി. അപ്പോ ഓരോ ദിവസം വെച്ചിട്ട് ഞാൻ ഓരോ ടെക്നിക്കുകൾ റെക്കോർഡ് ചെയ്തു, അതിന്റെ മെഡിറ്റേഷൻസ് റെക്കോർഡ് ചെയ്തു. അതെല്ലാം കൂടി സമന്വയിപ്പിച്ചിട്ടാണ് ഈ ഒരു കോഴ്സിന് രൂപം കൊടുത്തത്. അത് 21 ദിവസമാണ്. ഒരു ദിവസം സൂം ക്ലാസ്സും ഉണ്ടാവും. 21ാമത്തെ ദിവസം ഇതുപോലെ ഒരു സൂം മീറ്റിംഗ് ഉണ്ടാവും, അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ കോഴ്സ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അങ്ങനെ വാട്സപ്പിലൂടെ അങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്ന ഒരു ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പല ട്രെയിനേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ 3 ദിവസത്തെ കോഴ്സ് കൊണ്ടൊക്കെ അവസാനിപ്പിക്കുകയാണ്. ഇത് പക്ഷേ ആ 20 ദിവസം ഈ ചങ്കിങ് എന്ന് പറയുന്ന ആ ചങ്ക്സ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് സാറേ. ചങ്കിങ് മെത്തേഡാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് NLP. വലിയൊരു കോഴ്സിനെ പല പല ഖണ്ഡങ്ങളാക്കിയിട്ട് ഈസി വേയിൽ പഠിപ്പിക്കുക എന്നുള്ള. അപ്പോൾ NLP തന്നെയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ NLP പ്രാക്ടീഷണർ കോഴ്സ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത്, ഇന്റർനാഷണൽ അസോസിയേഷൻ അംഗീകരിച്ചിട്ടുള്ള, തെറാപ്പിസ്റ്റ് അസോസിയേഷൻ അംഗീകരിച്ചിട്ടുള്ള കോഴ്സ് ഞാൻ NLPയിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാന്ന് ചോദിക്കും സാർ. അപ്പൊ ഞാൻ പറയാം. അതെങ്ങനെയാന്ന് വെച്ചാല് ഞാൻ കൊടുക്കുന്ന നോട്ട്സ് സചിത്രമായിട്ടുള്ള നോട്ട്സ് ആയിരിക്കും, ചിത്രങ്ങൾ അടങ്ങുന്നതായിരിക്കും. അപ്പൊ ചിത്രങ്ങള് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിൽ പതിയും. അതുകൊണ്ട് ആ നോട്ട്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ധാരാളമായി. അപ്പോ ആ നോട്ട്സ് പോലും ഞാൻ രൂപീകരിച്ചിട്ടുള്ള NLP മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള, അതായത് വിഷ്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വിഷ്വൽ നോട്ട്സ് കൊടുക്കുന്നത്. പിന്നെ സൂമിലൂടെ ക്ലാസ് നടക്കുന്നുണ്ടല്ലോ, അവിടെ വിഷ്വലി, ഓഡിറ്ററി, അതുപോലെ തന്നെ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് അനുഭവങ്ങളുണ്ടാവും. ഇതുപോലുള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് പഠിപ്പിക്കുന്നത് ക്ലാസ്. ഓരോ മെത്തേഡ് വളരെ സരസമായിട്ടാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു വിരസത കൊണ്ടുവരാതെ, NLP നമ്മളൊരു തിയറി ആയിട്ട് പഠിപ്പിക്കുമ്പോൾ വിരസത ഉണ്ടാവും.
ആ വിരസത ഇല്ലാതെ വളരെ അനായാസമായിട്ട് പഠിക്കുന്ന രീതിയിലാണ് ആ കോഴ്സ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നോട്ട് പോലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് NLPയിലൂടെ പഠിപ്പിക്കുന്നു എന്ന് പറയാൻ കാരണം. വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് രീതിയിലാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഓൾഫാക്ടറി നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ഓൺലൈൻ കോഴ്സാ. ഗന്ധമൊന്നും തരാൻ പറ്റില്ല, ഇവിടുന്ന് സ്പ്രേ അടിച്ചാൽ പറ്റില്ല. അതുപോലെ ജസ്റ്റേറ്ററി ആവില്ല, കാരണം ഇത് ഭക്ഷണം കഴിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് വാക്തിയോ ഉപയോഗിച്ചിട്ടാണ് വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് NLP കോഴ്സ് പോലും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിലെല്ലാ ടെക്നിക്കും വരുന്നുണ്ട്. പ്രീസപ്പോസിഷൻസ്, മെന്റൽ സിന്റാക്സ്, മോഡലിംഗ് ടെക്നിക്ക്, ആങ്കറിംഗ് മെത്തേഡ് എല്ലാം അതിൽ വരുന്നുണ്ട്. മൊഡാലിറ്റീസ്, സബ് മൊഡാലിറ്റീസ്. ഒരു പ്രാക്ടീഷണർ കോഴ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും 10 ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചേക്കാണ്. ഒരു ബെസ്റ്റ്, അതായത് നിങ്ങൾ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സംശയം ചോദിച്ചാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും. അതുപോലെയാണ് ആ ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി 10 ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, 11 ക്ലാസ് റെക്കോർഡ് ചെയ്തുകൊണ്ട്. ആ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നതിന് പുറമെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിൽ ഓൾറെഡി സൂം ഡയറക്റ്റ് ക്ലാസ് തന്നെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ. വളരെ, അപ്പൊ അന്ന് അറ്റൻഡ് ചെയ്ത ആളുകൾ കേൾക്കുമ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. ക്ലാസ് മോഡിൽ തന്നെയാണ്. പ്ലസ് അത് കൂടാതെ സൂം മീറ്റിങ്ങുകളിലൂടെ ക്ലാസ് കൊണ്ടുപോകാൻ സാധിക്കും. അതൊരു സീരിയസ് കോഴ്സാണ്, കൗൺസിലേഴ്സ്, ട്രെയിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞത് വാട്സപ്പ് കോഴ്സാണ്. അത് സാധാരണ ഒരു കോമൺ മാൻ എങ്ങനെ NLP ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കാം എന്നുള്ള ഒരു മെത്തേഡാണ് അതിൽ അവലംബിച്ചിട്ടുള്ളത്. വളരെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് മനസ്സിലാകുന്ന സിമ്പിൾ ലാംഗ്വേജിലൂടെ. ഞാനിപ്പോ ഈ പറയുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ അതിനകത്ത് അവതരിപ്പിച്ചേക്കുന്നത്. നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലാതെ പുസ്തകം നോക്കി വായിക്കുന്ന രീതിയിലല്ല. അതിലൊരു മെത്തേഡ് ഉണ്ടല്ലോ സാറേ, അതും ഒരു NLP ആണ്. അനുവാചകനോട് നമ്മൾ സംസാരിക്കുന്ന രീതി അവരോട് നേരിട്ട് സംസാരിക്കുന്ന പോലെ ആയി കഴിഞ്ഞാൽ അവർക്കൊരു ഊഷ്മള ബന്ധമുണ്ടാവും ട്രെയിനറുമായിട്ട്. ആ റാപ്പോ ക്രിയേഷൻ ആദ്യമേ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഫയൽസുകൾ കേട്ട് കഴിയുമ്പോഴേക്കും, ഓഡിയോ ഫയൽസ് കേട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഞാനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവും. ആ റാപ്പോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് അങ്ങോട്ട് കോഴ്സ് മുന്നോട്ട് നീങ്ങുന്നത്. ഇതാണ് സാർ. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ ഞാൻ വളരെ സന്തോഷം സാറ് ഞങ്ങളുടെ വേദിയിലേക്ക് എത്തി. ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇങ്ങനെയുള്ള കോഴ്സുകൾ, പ്രത്യേകിച്ച് വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഇങ്ങനെ 3 തരത്തിലുള്ള ഇൻപുട്ടുകൾ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ. ഇന്ന് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ കുട്ടികൾ ഏത് രീതിയിലാണ് പഠിക്കുന്നത്, വിഷ്വൽ ആണോ, ഓഡിറ്ററി ആണോ, കിനസ്തെറ്റിക്. വിഷ്വൽ എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കണ്ടു പഠിക്കുന്നവരുണ്ട്, ചിലവർ കേട്ട് പഠിക്കുന്നവരുണ്ട്, ചിലവര് ബുക്കിനെ ഇങ്ങനെ കൈകൊണ്ട് ഓടിച്ച് കൈ വിരലിൽ കൊണ്ട് ഓടിച്ച് പഠിക്കുന്നവരുണ്ട്, ഒച്ചത്തിൽ വായിച്ച് പഠിക്കുന്നു, അവർ തന്നെ വായിച്ച്. ഇങ്ങനെ പല രീതിയിലാണ് ലേണിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇന്റലിജൻസ് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇന്റലിജൻസ് പോലും പുതിയ നിലയിൽ കണ്ടുപിടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ചിന്തിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്കറിയാലോ, കാര്യങ്ങൾ കൃത്യമായിട്ട് സമൂഹത്തിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാനും ട്രാൻസാക്ഷൻ അനാലിസിസ് എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും എന്താണ് നമ്മൾ എടുക്കുന്ന ഫീസ്. മറ്റുള്ളവർക്ക് എന്ന് വെച്ചാൽ ഏറ്റവും സാധാരണക്കാർക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡ് തിരിച്ചറിയുക, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ള ഒരു വിലയിരുത്തലോട് കൂടിയാണ് ഞാൻ സാറിന് പ്രത്യേകം ക്ഷണിച്ചത്. അപ്പോൾ NLP എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട്, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഇത് ഞാൻ സാറും തമ്മിൽ ഒരു ടൈപ്പും ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അത് വളരെ ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ സാർ 1500 പറഞ്ഞത്, ഇപ്പോൾ സാറ് 1000 എന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിൻ്റെ ആ ഗ്രൂപ്പിൽ ചേരാം. സാറ് കൈകാര്യം ചെയ്യും. ഞാൻ ഈ NLP പ്രാക്ടീഷണറാണ്, ഞാനിത് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ പഠിച്ചതിൻ്റെ ചാർജ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, അതൊക്കെ വളരെ കൂടിയ ചാർജുകളാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ലാതെ ഇതുപോലെ ഒരു രീതിയിൽ നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസ്, അത് ഞാൻ പലരോടും, നമുക്കറിയാം TA, NLP, അതുപോലെ തന്നെ ഇനിയാഗ്രാം, അതുപോലെ പലതും നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാറുണ്ട്, പലതും നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി തീർച്ചയായിട്ടും അതിനുള്ള ക്ലാസ്, NLPയുടെ ക്ലാസ്സുകൾ ഇവിടെ കാണും. പക്ഷേ ഇതുപോലെ ഒരു എല്ലാം കൂടെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു ക്ലാസ് സാറ് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പം ഞാനത് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കാം, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിനുള്ളൊരു വേദിയായിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. അപ്പം നിങ്ങളുടെ ഇഷ്ടം തീർച്ചയായും താല്പര്യമുണ്ടെങ്കിൽ സാറിനെ അറിയിക്കാം. അപ്പം ഇന്ന് ഈ സന്ധ്യാസമയത്ത്, പ്രത്യേകിച്ച് സാറിൻ്റെ സമയത്ത് വലിയ ഇടിയും ബഹളവും ഒക്കെ ആയിരുന്നു, എങ്കിലും സാർ കൃത്യമായിട്ട് ഇവിടെ എത്തി നമുക്ക് വേണ്ടി 1 മണിക്കൂറിലധികം കൃത്യമായി നമുക്ക് വേണ്ടി ചെലവഴിച്ചു. NLP എന്താണെന്ന് 2 എക്സാമ്പിളിലൂടെയും ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒത്തിരി എക്സാമ്പിളിലൂടെയും നമുക്ക് കൃത്യമായിട്ട് സാർ അത് പറഞ്ഞു തന്നു. അപ്പം എന്താണ് ഇങ്ങനെ ഒരു പുതിയ ടെക്നിക്ക് പഠിച്ചാലുള്ള ഗുണം,
തീർച്ചയായും NLP എന്ന് വെച്ചാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില കാര്യം. ബ്രെയിനിന് എങ്ങനെ പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വായിക്കുമ്പോഴാണെങ്കിൽ കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബ്രെയിനുമായിട്ടുള്ള കണക്ടിവിറ്റി എങ്ങനെയാണ്. നമുക്കറിയാം ബ്രെയിൻ അത്രമാത്രം, ബ്രെയിൻ ഡെവലപ്മെന്റ് അത്രമാത്രം കൃത്യമായിട്ട് ഇന്ന് ബ്രെയിൻ മാപ്പിങ്ങിലൂടെ തിരിച്ചറിഞ്ഞ കാലത്ത് ബ്രെയിൻ കൂടെ ഉള്ള ഒരു സ്റ്റഡി അല്ലാതെ മറ്റൊരു സ്റ്റഡി ഇനി മുന്നോട്ട് പോകുന്നില്ല. ഈവൻ സൈക്കോളജി ആണെങ്കിൽ പോലും ബ്രെയിൻ എന്ന് പറയുന്ന ആ സിസ്റ്റത്തിന് അസോസിയേറ്റഡ് ആകുന്ന സൈക്കോളജി മാത്രമേ ഇനി മുന്നോട്ട് കാണത്തുള്ളൂ. ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ബ്രെയിൻ ഫംഗ്ഷനോട് അസോസിയേറ്റ്, നമുക്ക് VAK നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വിഷ്വൽ, ഓഡിറ്ററി, കനസ്തെറ്റിക്, ഈ 3 തലത്തിലാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒരുപക്ഷെ നമ്മുടെ കുട്ടികളുടെ പഠനത്തിന് പോലും ഒരുപക്ഷെ ഗുണപ്രദമാകാവുന്ന ഒരു സ്റ്റഡിയാണ്. പക്ഷെ നമ്മളറിയാം പേരന്റിങ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം നടത്തേണ്ടത് പേരൻസ് ആണ്, കുട്ടികളല്ല. അപ്പൊ നമ്മൾ എത്രമാത്രം ബെറ്റർ ആകുന്നു അത്രമാത്രം നമുക്ക് ചുറ്റുമുള്ളവരും ബെറ്റർ ആകുന്നു എന്നുള്ള ഒരു ചിന്ത. ട്രാൻസാക്ഷൻ അനാലിസിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ഈ ഒരു ടെക്നിക്കും അതിൻ്റെതായ മൂല്യങ്ങളും അതിൻ്റെതായ ആ വ്യക്തതയുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് ഞാൻ മുതിർന്നത്. അപ്പോൾ നിങ്ങളുടെ സാറുമായിട്ടുള്ള അസോസിയേഷൻ നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും ഇല്ലാത്തില്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ സാറിനെ പരിചയപ്പെടുത്തി, ഒരു സബ്ജക്റ്റ് പരിചയപ്പെടുത്തി. തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് പുതിയ സബ്ജക്റ്റുകളുമായിട്ട് വരാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പം ഞാൻ സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിയാണ്. സാറിന് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാം. സാർ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യം സാറ് പറഞ്ഞല്ലോ, അത് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളെ എങ്ങനെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന കുട്ടികളാണ്. അതിന് ഏത് മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം ഏത് തരത്തിലുള്ള സംശയം? ജോബി സാർ പറയും. സാർ ഞാന് ശരിക്കും പറഞ്ഞാല് സാറെ കേൾക്കുന്നില്ല. സാറെ കേൾക്കുന്നില്ല. സാറെ കേൾക്കുന്നില്ല. ഒന്നും കൂടെ മാറി എന്ന് പറയാം. മാറി. ഇപ്പൊ കേൾക്കാം പറഞ്ഞോളൂ. മാറി നിന്ന് പറയാം സാർ. ഇപ്പൊ കേൾക്കാം പറഞ്ഞോളൂ. സാർ ഞാനൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ പോലും എന്റെ സ്വഭാവത്തിലും എന്റെ പെരുമാറ്റത്തിലും ബാക്കിയുള്ളവരുള്ള പെരുമാറ്റത്തിലും കുടുംബ ജീവിതത്തിലും ഒക്കെ വൈകല്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തിരിച്ചറിവുണ്ട് ഇപ്പോഴും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വൈകല്യങ്ങൾ മാറ്റിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി അതിനുശേഷം ഇപ്പൊ സൗത്ത് സെന്ററോട് കൂടി ടിയിരിക്കുന്നു, കൂടാതെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഈ എന്ന് പറയുന്ന കേൾക്കുന്നില്ല. ഒന്നും കൂടെ ഒന്ന് മാറുക. കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാവോ സാർ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, അനങ്ങണ്ട. അവിടെ ഒന്നും കേൾക്കാമോ? കേൾക്കാം. ശരി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമ്മുടെ ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോഴും എന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നയാളാണ്. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളില്, സാമൂഹ്യ ബന്ധങ്ങളില്, ഞാൻ ഇടപെടുന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ എനിക്ക് വൈകല്യങ്ങളുണ്ടെന്നുള്ള തിരിച്ചറിവ്. അപ്പം തീർച്ചയായിട്ടും അതെല്ലാം മാറ്റിയെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഞാൻ TCI ആണ് ആദ്യം പ്രാക്ടീസ് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പൊ സൗത്ത് സ്റ്റാൻഡേർഡ് കൂടി TA പ്രാക്ടീസ് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി NLP പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ കോഴ്സിനകത്ത് ഞാനും അറ്റൻഡ് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. സാറിന്റെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ നല്ല എക്സാമ്പിൾസ് ആണ് സാർ തന്നത്. കൺഗ്രാജുലേഷൻ സാർ. താങ്ക് യു. വെരി മച്ച്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ, സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാറ് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ ഒന്നും കൂടി ഷെയർ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. ജ്യോതികുമാർ സാർ കേട്ടോ? യെസ് സാർ ഞാൻ കേട്ടു. പിന്നെ നമ്മളെ സ്വന്തം ആളല്ലേ ജ്യോതികുമാർ സാർ, നമ്മൾ ഇനി മുമ്പ് കണ്ടിട്ടുണ്ട്. അതെ. വളരെ നന്നായിരുന്നു സാർ. അപ്പൊ ഞാനേ ഒരു ഡൗട്ട് പറയാണേ. ഒരു ഡൗട്ട് ചോദിച്ചു. നമ്മള് ഇലോൺ മസ്ക് ഉണ്ടല്ലോ, ഇലോൺ മസ്ക് സ്പേസ് എക്സിന്റെ ഒരു ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കൃത്രിമ ബുദ്ധി ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ അറിഞ്ഞിട്ടുണ്ടാവും സാറ്. ചിപ്പ് കയറ്റി വെക്കാൻ അതിന്റെ ഒരു പരിപാടിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് മെനക്കെട്ടോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.
അപ്പൊ അതിനെപ്പറ്റി എന്താണ് അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും സാറേ, തീർച്ചയായിട്ടും. ആധുനിക ശാസ്ത്രം എത്രയോ വികസിച്ചിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണല്ലോ അവിടെ കൊടുക്കുന്നത്. അതെ, അത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന തലം നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന തലമല്ല, വേറൊരു തലമാണ്. ഇലോൺ മസ്കിന്റെ ഒക്കെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. അതെ 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 നമ്മൾ ചിന്തിക്കുന്ന അതെ 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 തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ തന്നെ ഗൂഗിളൊക്കെ വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ലേ? ഗൂഗിളിൽ പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോ അത് ഒരു റോബോട്ടിനെ സൃഷ്ടിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ളത്. നാനോ ടെക്നോളജി വരെ അതിന് ഉപയോഗിക്കുന്നുണ്ട്. വളരെ ചെറിയ ചിപ്പുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വളരെ ചെറിയ റോബോട്ടിനെ കൊണ്ട് തന്നെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ശാസ്ത്രം ഉയർന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് പോസിബിൾ ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ അതാണ് വിഭാവനം ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യന് എന്ത് സാധിക്കും. അത് തന്നെയാണല്ലോ ഐൻസ്റ്റീനും പറഞ്ഞത്. ഇമാജിനേഷൻ ഈസ് മോർ പവർഫുൾ ദാൻ നോളജ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിഭാവനം ചെയ്തിട്ടുള്ളവരെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളൂ ഈ ലോകത്ത്. ആദ്യം ഇത് 2 തവണയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു തവണ നമ്മുടെ മനസ്സിൽ, പിന്നെ അത് യാഥാർത്ഥ്യത്തിൽ. അതാണ് മനസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മൈൻഡിന്റെ യഥാർത്ഥമായിട്ടുള്ള പവർ, മനസ്സിന്റെ ശക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരുപാട് അഹങ്കരിച്ചു. അത് അറിയാത്തോണ്ടാണ്. മനുഷ്യന് അത്രയും പവർ ഉണ്ട്. മാത്യു സാർ സംസാരിച്ചോളൂ. ഞാന് തുടക്കത്തിൽ വരാൻ കഴിഞ്ഞില്ല. പിന്നെ ഇപ്പൊ ഞാൻ പുറത്തായത് കൊണ്ടാണ് ഞാൻ ഇൻ പേഴ്സൺ അങ്ങോട്ട് വരാത്തെ, വീഡിയോയില് വരാത്തത്. അപ്പൊ ഞാൻ വാക്കുകൾ പറയാം. എനിക്കതിൽ ഒത്തിരി താല്പര്യമുണ്ട്. ഞാൻ കേട്ടു, എനിക്ക് വളരെ താല്പര്യമുണ്ട്. ക്ലാസ് തുടങ്ങുന്ന കൂട്ടത്തിൽ ഞാനും കൂടി ഉണ്ടാകും എന്ന് ഞാനൊരു ഉറപ്പ് തരികയാണ്. ഞാനിത് കുറച്ച് പഠിച്ചതാണ്. സാറ് മുമ്പേ പറഞ്ഞ പോലെ ഈ പഞ്ചസാര എന്ന് എഴുതി വെച്ചിട്ട് നക്കിയാൽ മധുരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ ഞാന് കുറെ തിയറി പഠിച്ച ആളാണ്. പക്ഷെ അത് പിന്നെ പ്രയോഗത്തിലാക്കാൻ നോക്കി കഴിഞ്ഞപ്പോ ആ വായിച്ചതിൽ ചിലത് സ്വന്തമായിട്ട് ചെയ്തിട്ടേ ഉള്ളു. അല്ലാതെ ഒരു ശരിക്കും പറഞ്ഞാല് ഒരു കൃത്യമായ ഒരു സപ്പോർട്ട് കിട്ടിയ ഒരാളല്ല. എന്നിട്ട് പോലും ആ ഇത്തിരി കിട്ടിയത് വെച്ചിട്ട് ഒരുപാട് കളിച്ചിട്ടുണ്ട്. സാറ് മുമ്പേ പറഞ്ഞൊരു വാചകം എന്നെ വല്ലാതെ ആകർഷിച്ചു. ജീവിതം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുകയാണെങ്കിൽ ആവട്ടെ. സാബു സാറിനത് അറിയാം ശരിക്ക്. തീർച്ചയായും തീർച്ചയായും. സാറ് അധ്യാപകനാണ് കേട്ടോ. സാറ് അധ്യാപകനാണ്. നല്ല കാര്യം സാറേ. ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിലൊക്കെ. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. സാർ അധ്യാപകനല്ലേ? ഹെഡ് മാസ്റ്റർ ആണ് അല്ലേ? ആയിരുന്നു. ഇപ്പൊ അല്ല, ഇപ്പൊ എല്ലാം നിർത്തി. സർവ്വ പരിപാടി നിർത്തി സ്വസ്ഥം ജനസേവനമാണ്. ഇപ്പൊ ജനസേവനമാണ്. ഇങ്ങനെ വരുമ്പോഴ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ സാറിന്റെ ആശയങ്ങൾ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോ ഒരു പുതിയ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്, ഈ ത്രൂ ഫോൺ കൗൺസിലിംഗ്. കാരണം ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് പലരെയും കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് വളരെ ഇഫക്റ്റീവ് ആണ്. ഇന്നും ഒരാളെ രക്ഷിച്ചിട്ട് കുത്തിയിരിക്കുക. വെരി ഗുഡ് സാർ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ജനിച്ചു മരിച്ചു എന്ന് പറയുന്ന ആ ഒരു കാലയളവിനുള്ളിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളുണ്ട് കേട്ടോ. നല്ല കാര്യം സാർ. സൊസൈറ്റിക്ക് വേണ്ടത് അങ്ങനെയുള്ള ആളുകളെയാണ്. അപ്പൊ ഞാനും ഇതിലുണ്ട്, സജീവമായിട്ടുണ്ട്. സാബു സാർ ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ ഞാനുണ്ട്, സംശയം. നമുക്കെല്ലാം കൂട്ട് ഒരു തകർക്കല് തകർക്കണം. എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. നല്ല ആളുകൾ കൂടി ചേരുമ്പോ ഇതെല്ലാം സംഭവമാവും സാർ. അതാണ് അതിന്റെ ഒരു പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഷാബു ഗംഗാരൻ സാർ കേൾക്കാമോ? തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ബിനോയ് സാർ ക്ലാസ് ഒക്കെ എടുത്തു. അപ്പൊ അതിലേക്ക് വരുവാൻ ഞാനും കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കും. എന്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി സാർ. അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ വന്നാലും മതി. ഏതെങ്കിലും ഒന്ന് ചെയ്താലും മതി. ഞാൻ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ആർക്കെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ചെയ്യാം. സ്ക്രീനിൽ കാണാം സാർ. സ്ക്രീനിലുണ്ട്. ഗ്രൂപ്പ് ഇപ്പൊ ഇതൊരു പൊതു ഗ്രൂപ്പാണ്. വരുന്ന ട്രെയിനിങ്ങുകളെല്ലാം അതിൽ അറിയാൻ നിങ്ങൾക്ക് സാധിക്കും. അതിൽ സ്പാമിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലുള്ള നല്ല നല്ല ട്രെയിനിങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. അഡ്മിൻ ഓൺലി ഗ്രൂപ്പാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ വേറെ ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. NLP കുറിച്ച് കൂടുതൽ ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം. ഈ നാരായണൻ സാറല്ലേ? വടകരയല്ലേ? അതെ 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 നാരായണൻ സാർ.
അതെ 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 വടകരയാണ്. ഞാനൊരു വടകരക്കാരനാണല്ലോ. ഓ എന്നാ നാരായണനെ വിളിച്ചു വെച്ചോളൂ, പിന്നെ അധികം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പരിചയപ്പെടാനാ, ചോദിക്കാനല്ല. വടകരയാണ്. ഞങ്ങള് കോവിഡ് കാലഘട്ടത്തിൽ ഒരു മെഡിറ്റേഷൻ തുടങ്ങിയപ്പോ മുതലുള്ള സാർ ഇവിടെ ഉണ്ട്, നാരായണൻ സാർ ഇവിടെ ഉണ്ട്. ഹലോ നാരായണൻ സാർ. യെസ് ഇവിടെ ഉണ്ട് ആള്, സംസാരിച്ചോളൂ. ഞാൻ വടകര ലോകനാർവ അമ്പലത്തിന്റെ അടുത്താ. അമ്പലത്തിന്റെ എവിടെയാണ്? ഈ മാക്കൂൽ ജംഗ്ഷനില്ലേ, മാക്കൂൽ അമ്പലത്തിന്റെ അടുത്താണ് എന്റെ ഭാര്യ വീട്. ഇപ്പം നാരായണന്റെ വീട് എവിടെയാ? ഞാൻ തിരുവള്ളൂർ എന്ന് അറിയും. തിരുവള്ളൂർ. ഓക്കെ. പറഞ്ഞു ബന്ധുക്കാരാവൂ. എനിക്കൊന്ന് നമ്പർ തരണേ. നമുക്ക് ബന്ധപ്പെടാനും ഒരു നമ്പർ എനിക്കിട്ട് തരണം. ആയിക്കോട്ടെ. സാറിന്റെ നമ്പർ എന്ന് പറയോ? അയ്യോ, എല്ലാരും മറ്റുള്ളവർക്ക് ശല്യമാവില്ല ഇത്. പറഞ്ഞു സാറേ, എന്തെങ്കിലും സാർ നാരായണൻ സാർ എഴുതിക്കോളൂ. പറഞ്ഞോ. 9495 45 95 55 55. അപ്പൊ 5ന്റെ ഒരു അയ്യര് കളിയാണ്. 95 45 95 55. വിളിക്കണം. ഫേവറേറ്റ് നമ്പർ 5 ആണല്ലേ? സാറിന്റെ കാറിന്റെ നമ്പർ എത്രയാ? 945. ഞാൻ അങ്ങനെ ഒരു നമ്പർ പ്രത്യേകിച്ച് സ്പെസിഫിക്, എല്ലാ നമ്പറും എനിക്ക് നല്ലത്, എല്ലാ ദിവസവും നല്ലത് സാർ, അങ്ങനെയാണ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാം നല്ലതിന്. അതെ. അപ്പൊ നമുക്ക് ഏതായാലും ഞാൻ ബിനോയ് ജോൺ സാറിന്റെ കൂടെ തീരുമാനിച്ചു കേട്ടോ സാർ, നമ്മളെ സാബു സാറേ. ഓക്കെ. താങ്ക് യു. തീർച്ചയായും നല്ല കാര്യം. നമുക്ക് പുതിയൊരു കാര്യം പഠിക്കാം, എങ്ങനെയാണ് സാഹചര്യങ്ങൾ. ബിനോയ് സാറിനെ നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാവും നോക്കട്ടെ. തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾക്കാണ് ഞാൻ കൂട്ടുണ്ടാവും സാർ, അല്ലെങ്കിൽ അപ്പൊ കിട്ടി കേട്ടോ. എന്റെ രീതി അതാണ്. അതിനെ പറയാം. നാരായണനൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഞങ്ങള് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം നടത്തിയപ്പോ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ അല്ലേ നാരായണേട്ടാ? 4 മാസം. നാരായണേട്ടൻ ഒരു അനുഭവം പറയൂ, ഒന്ന് കേക്കട്ടെ, ഞങ്ങളൊന്ന് കോരിത്തിരിക്കട്ടെ, ഒന്ന് പറയൂ. അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർക്കും ഓരോരോ അനുഭവമായിരിക്കും. അല്ല, നാരായണന്റെ അനുഭവം പറഞ്ഞാൽ മതി. നമ്മളത് കാര്യമായിട്ട് ആ ചക്ര മെഡിറ്റേഷനിൽ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ജീവിതത്തിൽ. അതാണ് അനുഭവം. അത് കൂടി അങ്ങനെ പറയാൻ പറ്റില്ല, അനുഭവിച്ചറിയണം അല്ലേ നാരായണേട്ടാ? അതെ. അതാണ് സാർ എന്റെ പേരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. അതാണ് നാരായണേട്ടൻ എല്ലാ ദിവസവും വെളുപ്പിന് എണീറ്റ് ഞാൻ 4 മണിക്ക് എണീക്കും. 5 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. 4 മണിക്ക് എണീറ്റ് അരമണിക്കൂർ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് മെഡിറ്റേഷൻ കൊടുക്കുന്നത്. അത് വളരെ ഫലപ്രദമായിട്ട് 40 പേരോളം ഉണ്ടായിരുന്നു അല്ലെ നാരായണേട്ട? അല്ലെ? കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവരും വെറുതെ ഇരിക്കുമ്പോഴായിരുന്നു ഞങ്ങളെല്ലാം കാലത്ത് എഴുന്നേക്കും, മെഡിറ്റേഷൻ തുടങ്ങും. 5 മണിക്ക് തുടങ്ങിയിട്ട് 9 മണി വരെയൊക്കെ പോയിട്ടുണ്ട്, ലാഫിംഗ് ക്ലബ് ഒക്കെ ആയിട്ട് അല്ലെ? ഭയങ്കര രസകരമായിരുന്നു. ഇന്നിപ്പോ ആളുകൾ എൻഗേജ്ഡ് ആയി. അതുകൊണ്ടാണ് ഇപ്പൊ സമയപരിധി കുറഞ്ഞത്. പരിധി ഉണ്ടല്ലോ, അതാണ്. നേരത്തെയൊക്കെ മെഡിറ്റേഷൻ ക്ലാസ്, മെഡിറ്റേഷൻ, അത് കഴിഞ്ഞാൽ ലാഫിംഗ് ക്ലബാണ്. പിന്നെ തമാശകള്, ചിരിയൊക്കെ ആയിട്ട് കോവിഡ് കാലഘട്ടം ഞങ്ങൾ കോവിഡ് അറിഞ്ഞിട്ട് പോലുമില്ല അല്ലേ നാരായണേട്ടാ? അതാണ്. അതൊരു വല്ലാത്തൊരു, അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, അതാണ് ആത്മബന്ധം. അതാണ് ഈ സൂമിലൂടെ കണ്ടേ പരിചയമുള്ളൂ, എങ്കിൽ പോലും ഒരു വല്ലാത്ത ആത്മബന്ധമാണ് ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളും. അവർ പലരും എൻഗേജ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന് എല്ലാവരും ഇതിനകത്ത് വന്നേനെ ഈ പ്രോഗ്രാമിന്. അവർക്ക് മെസ്സേജ് കൊടുത്തിരുന്നു. അവരൊക്കെ കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വരാത്തത് ചിലരൊക്കെ. എങ്കിൽ പോലും സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ, ജിജി ടീച്ചർ, നാരായണേട്ടൻ, അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ട്. സന്തോഷം, പഴയ ആളുകളെ കാണുന്ന വളരെ സന്തോഷമാണ്. അതാണ് ഏതൊരു ഞാൻ വിളിക്കുന്നത്, അത്രയും ബന്ധമുണ്ട്. അതാണ്. അതുപോലെ സാർ ഞങ്ങള് ആ കോവിഡിന്റെ പീരീഡില് ഒരു 4 മാസത്തെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു സാർ, സൂമിലൂടെ. 80ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഡെയിലി ക്ലാസ് ആയിരുന്നു. എന്നതിന്റെ ഈ പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ, ഒന്ന് നേരിൽ കാണലല്ലോ എന്നുള്ള അദമ്യമായ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്, മലബാർ ഏരിയയിലുള്ള, കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി ഒരു ദിവസം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ രസകരമായി പുതിയ പുതിയ ബന്ധങ്ങൾ, അങ്ങനെ ഉണ്ടല്ലോ. ഈ ഒരു ബന്ധങ്ങൾ വല്ലാതെ വരുന്നു. നമ്മൾ സൂമിലാണെങ്കിലും ശരി, പക്ഷേ വല്ലാത്തൊരടുപ്പം എല്ലാവരുമായിട്ടുള്ള ഒരു ക്ലാസ്സിലിരുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് വാസ്തവത്തിൽ ഉണ്ടായത്.
ഇന്നിപ്പോ വളരെയധികം സന്തോഷമുണ്ട് സാർ. കേരളത്തിലെ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ സുഹൃത്തുക്കളുണ്ടെന്ന് വെച്ചപ്പോ ഏത് നാട്ടിൽ ചെന്നാലും ഒരാളെ നമുക്ക് ആത്മാർത്ഥമായിട്ട് വിളിക്കാൻ ഒരാളുണ്ട്. അതൊരു വലിയ നേട്ടമാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ദൈവാനുഗ്രഹമാണ്. ഈ മെഡിറ്റേഷൻ ഒക്കെ നടത്തിയപ്പോ ഒരുപാട് നല്ല ആത്മാർത്ഥതയുള്ള ആളുകളെ പരിചയപ്പെടാൻ കഴിയും. ശരിക്കും നമ്മുടെ നല്ല ആളുകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി അല്ലേ? കോവിഡ് ശരിക്കും ഉപയോഗപ്പെടുത്തിയ ആളുകളാണ് നമ്മളൊക്കെ. അതെ 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 അതെ. എത്രയോ ആളുകൾ നിങ്ങൾ തൊട്ടിട്ട് പോലും ഇല്ല. നാരായണേട്ടാ, നിങ്ങളുടെ അവിടെ അടുത്തൊക്കെ വന്നില്ലേ കോവിഡ്? ഇല്ല. ആ കണ്ടോ, അതാണ് മെഡിറ്റേഷന്റെ പവർ എന്ന് പറയുന്നത്. അതാണ് നാരായണേട്ടന്റെ വീടിന് ചുറ്റും കോവിഡ് ആയിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അതൊന്നും എഫക്ട് ചെയ്തിട്ടില്ല. നമ്മുടെ ഡ്രീം മാനിഫെസ്റ്റേഷൻ പ്രോഗ്രാമിന് വന്ന ആളുകൾ അത് തന്നെ പറഞ്ഞു. അവർക്ക് കോവിഡിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല. കാരണം കാലത്തെ തന്നെ എഴുന്നേറ്റ് 5 മണി മുതൽ ഒരു 6-6:30 വരെയുള്ള ടൈമിൽ മൊത്തം നമ്മൾ ബ്രെയിനെ റിവയർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, വേറെ രീതിയിൽ പ്രോഗ്രാം തന്നെ മാറ്റുകയാണ്. അത് വളരെ അതാണ് മൈൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് നമുക്കറിയാം, അതിനെ കുറിച്ചുള്ള പേടിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. അതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് വരുന്നത്. അതെ അതെ. കോവിഡ് ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ അതൊന്നും ഇത് നമ്മളെ അഫക്റ്റഡ് അല്ല എന്നുള്ളൊരു ഒരു മനസ്സിന് ധൈര്യം വരുമ്പോൾ തന്നെ മറ്റൊരു തലത്തിലേക്ക് മാറും. മെഡിറ്റേഷനും ഒക്കെ ഉള്ള ഗുണം അതാണ് ശാസ്ത്രീയമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള മെഡിറ്റേഷൻ ആണ് അതെല്ലാം. സാധാരണഗതിയിലുള്ള ട്രഡീഷണൽ വേയിലുള്ള മെഡിറ്റേഷൻ അല്ല അത്. ഇപ്പൊ നാരായണനൊക്കെ അറിയാം, അത് കറക്റ്റ് ആയിട്ട് അറിയാം. NLPയും ഹിപ്നോസിസും യോഗ, ബ്രീതിങ് മെത്തേഡ്സും എല്ലാം കൂടി ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിലാണ് എല്ലാ മെഡിറ്റേഷനും ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ആളുകൾക്ക് പെട്ടെന്ന് അതിന്റെ എഫക്ട് കിട്ടും. അതിന്റെ കൂടെ തന്നെ ഈ ടിബറ്റൻ ബെല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ സൗണ്ട് ഹീലിംഗ് എല്ലാം അതിൽ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ രംഗങ്ങളൊക്കെ കേട്ടോ. നമ്മൾ ആ ഒരു കൂട്ടായ്മയും 40 പേര് എല്ലായിടത്തും ഉണ്ടായിരുന്നു. എല്ലാ നാനാജാതി മതസ്ഥരും ഉണ്ടായിരുന്നു. അതാണ് എന്റെ സന്തോഷം. അന്ന് മുഹമ്മദ് ബസീം ഓർമ്മയുണ്ടോ? ആ ഫാർമസിസ്റ്റ് നാരായണേട്ട, മുഹമ്മദ് ബസീം ഫ്രം കാലിക്കറ്റ്, റിജാസ് ഫ്രം കണ്ണൂർ, പിന്നെ ഒരു അബ്ദു ഫ്രം കാസർഗോഡ്, പിന്നെ ഒരു ഫൈസൽ ഫ്രം മലപ്പുറം. അങ്ങനെ ഒട്ടനവധി നാനാജാതി മതസ്ഥര് ഒറ്റ കുടക്കീഴിൽ വന്നിട്ട് ചെയ്തൊരു മെഡിറ്റേഷൻ ആയിരുന്നു. ഭയങ്കര പവർഫുൾ ആയിരുന്നു ആ മെഡിറ്റേഷൻ. എനിക്കും ഒരുപാട് ഗുണങ്ങളുണ്ടായി കേട്ടോ ചെയ്യുമ്പോൾ. ഇതാണ് മാസ്റ്റർ മൈൻഡ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ നെപ്പോളിയൻ ഹിൽ പറയുന്ന മാസ്റ്റർ മൈൻഡ് അസോസിയേഷൻ എന്ന് പറയുന്നത് അതാണ്. ഒരേ ചിന്തയിലും ഒരേ കാര്യത്തിലും ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഒരേ തൂവൽ പക്ഷികൾ. അവർ ഒരുമിച്ചിരിക്കുമ്പോൾ ബ്രെയിൻ സിങ്ക് ചെയ്യും. അപ്പൊ ഒരാളുടെ ബ്രെയിൻ വേറൊരാളുടെ ബ്രെയിനുമായിട്ട് സിങ്ക് ചെയ്യും, കണക്ഷൻ വരും. അപ്പൊ അയാൾ ചിന്തിക്കുന്ന അതേ രീതിയിലും ചിന്തിക്കാൻ തുടങ്ങും. NLPയിൽ അതിനുള്ള അഡ്വാൻസ് ലെവൽ മെത്തേഡ് കൊണ്ട് കേട്ടോ ശരിക്കും. അത് പക്ഷെ ഇവിടെ അല്ല, അഡ്വാൻസ് ലെവലിലാണ്. ന്യൂറൽ മിററിംഗ് എന്ന് പറയുന്നത്. ന്യൂറൽ മിററിംഗ് എന്ന് പറയും. ന്യൂറൽ മിററിംഗ് മെത്തേഡ്. യെസ്, ന്യൂറൽ മിററിംഗ്. അത് തന്നെ ഇപ്പൊ റെയ്ക്കോ ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിദേശി ഇറക്കിയിട്ടുണ്ട്. ഞാൻ ആ കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തു. റെയ്ക്കോ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ട്, റെയ്ക്കോ എന്ന് പറയുന്ന ഒരു റഷ്യക്കാരൻ അതിനെ കുറിച്ചിട്ട് വേറെ തലത്തിലേക്ക് അത് കൊണ്ടുപോകുന്ന ഒരു മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഐൻസ്റ്റീന്റെ ബ്രെയിൻ പോലും ഹാക്ക് ചെയ്യാം. അഡ്വാൻസ് ലെവലാണ്, പറഞ്ഞാൽ വിശ്വസിക്കില്ല. സോ പവർഫുൾ മെത്തേഡ്സ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ഞാൻ ഇതുപോലെ ഒരുപാട് പേരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ. ഇപ്പൊ യുളീസസ് വാങ് എന്ന് പറയുന്ന ഒരു സിംഗപ്പൂരുകാരനുണ്ട്. അദ്ദേഹം NLP മൈൻഡ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സാണ്. യഥാർത്ഥമായിട്ടുള്ള കോഴ്സ് ഡാഷ്ബോർഡിലൂടെ നമുക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പഠിക്കാം. NLP മാസ്റ്ററി കോഴ്സാണ് അത്, മൈൻഡ് മാസ്റ്ററി. നമ്മൾ കേരളത്തില് NLP മൈൻഡ് മാസ്റ്ററിക്ക് 40,000 രൂപയ്ക്ക് മുടക്കുന്ന സ്ഥാനത്ത് അയാളുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ 5,000 രൂപ. അതൊക്കെയാണ് ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത്. മാത്രമല്ല ക്വാളിറ്റി അക്രഡിറ്റഡ് ആണ്. അതാണ്. ഞാനപ്പോ അങ്ങനെ പഠിച്ച ഒരാളായതുകൊണ്ട് തന്നെയും അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് ആളുകൾക്ക് ഇത് ഏറ്റവും കുറച്ചെങ്ങനെ കൊടുക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് മറ്റുള്ളവരോട് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് ഇത് എല്ലാവർക്കും കിട്ടണം. എങ്കിൽ നമ്മൾ വലിയൊരു തുക കൊടുത്താൽ അവർക്കത് ലഭ്യമാവില്ല. കാരണം അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അവർക്ക്. അപ്പോ വലിയ ടെക്നിക്കുകൾ വളരെ ചെറിയ ഒരു എക്സ്പെൻസ് അതിൽ മാത്രം അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കും. സാധാരണക്കാർക്ക് കിട്ടിയിട്ടല്ല പ്രയോജനമുണ്ട്. ഇപ്പൊ ഞാൻ ഡ്രീം മാനിഫെസ്റ്റേഷന്റെ കോഴ്സ് നടത്തിയപ്പോ ബില്യനർ മൈൻഡ് സെറ്റ് അല്ല ഞാൻ സെറ്റ് ചെയ്തത്. അവിടെ സൊസൈറ്റിയിൽ പണം ഇല്ലാത്തവന്റെ ആദ്യം പണം വരേണ്ടത്. എങ്കിലാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം മാറുള്ളൂ. അപ്പോൾ താഴേക്കിടയിലുള്ള എക്സിക്യൂട്ടീവ്സ്, സെയിൽസ്മാൻ, അങ്ങനെയുള്ള ആളുകളൊക്കെ ആ കോഴ്സിന് ജോയിൻ ചെയ്തു. 21 ദിവസത്തേക്ക് 1000 രൂപ വെച്ചേ ഉള്ളൂ. ആകെ 4000 രൂപ മുടക്കിയിട്ടുള്ളൂ. 3 മാസത്തെ കോഴ്സായിരുന്നു. ലൈവ് മെന്ററിംഗ് ആയിരുന്നു, ഡെയിലി ബേസിസ്. ഒരാഴ്ചയിൽ 3 ദിവസം ക്ലാസ്, ബാക്കിയുള്ള ദിവസങ്ങളിൽ വാട്സപ്പിലൂടെയുള്ള ഫോളോ അപ്പ്, ടാസ്കുകൾ കൊടുക്കും. അതുപോലെ തന്നെ 4 സ്റ്റെപ്പ് പ്രോസസ് ആയിരുന്നു അത്. ഡ്രീം മാനിഫെസ്റ്റേഷൻ 4 സ്റ്റെപ്പ്. അത് വളരെ സയന്റിഫിക് ആയിട്ട് 21 ഡേയ്സ് ഉള്ള 4 സ്റ്റെപ്പുകൾ. 21 into 4 84 ഡേയ്സ്. ടോട്ടൽ 90 ഡേയ്സ് ആയിരുന്നു ആ ക്ലാസ്. ട്രെമൻഡസ് റിസൾട്ട് ആയിരുന്നു, ട്രെമൻഡസ് റിസൾട്ട്. അതില് ബ്രെയിൻ എൻട്രെയിൻമെന്റ്, NLP, അതുപോലെ തന്നെ ഹയർ ലെവലിലുള്ള മൈൻഡ് പവർ ടെക്നിക്സ് ഒക്കെ അവരെ പഠിപ്പിച്ചു കൊടുത്തു. അവരൊക്കെ വളരെ ഹാപ്പിയാണ്. അതൊക്കെ ഇത് വലിയ സന്തോഷമാണ്.
ഇത് തന്നെ ശരിക്കും പറഞ്ഞ ഒരു വിദേശിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പഠിക്കണമെങ്കിൽ ഈ ടെക്നിക്സ് 3 മാസമൊക്കെ അവർ മെന്റർ ചെയ്യണമെങ്കിൽ 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വാങ്ങിക്കുന്നത്. അതാണ് അതിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷെ ഇതേ ടെക്നിക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അത് കൊടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, അറിവ് പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ വേറെ ആരെയും കോമ്പീറ്റ് ചെയ്ത് തോപ്പിക്കാനും ഒന്നുമല്ല. ഐ നെവർ കോമ്പീറ്റ് വിത്ത് എനിബഡി. ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മൾക്ക് നമ്മുടേതായ ഒരു ദൈവം നമ്മളെ സൃഷ്ടിച്ചു വിട്ടതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടല്ലോ. സാറേ വിനോയ് സാറേ ഒന്നും കൂടി ലിങ്ക് ഒന്ന് ഫോർവേഡ് ചെയ്യോ? ലിങ്ക് ഒന്ന് ചാറ്റിൽ ഇടോ? എനിക്ക് ഇടയ്ക്ക് പുറത്തായി പോയതുകൊണ്ട് കിട്ടില്ല, എക്സിറ്റ് ആയി പോയി. ചാറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് ഇട്ടാ മതി. ലിങ്ക് ചാറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടല്ലോ. ഞാൻ എക്സിറ്റ് ആയി പോയിട്ട് വീണ്ടും റീജോയിൻ ചെയ്തപ്പോൾ നമ്പർ ഇട്ടിട്ടുണ്ട്, വാട്സ്ആപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സൊസൈറ്റിയിൽ ഒരു ഗുണം ഉണ്ടാവണം സാബു സാറേ. അതാണ് ഞാനും പറയുന്നത്. നമ്മളത് സൊസൈറ്റിയിൽ ലഭിക്കണമെങ്കിൽ അത് എല്ലാവർക്കും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് NLP ഒന്നും പഠിക്കാൻ പറ്റില്ല. എങ്കിൽ എന്തുകൊണ്ട് വ്യത്യസ്തമായി ചിന്തിച്ചുകൂടാ എന്ന് ചിന്തിച്ചാണ്. അത് കോവിഡ് കാലഘട്ടത്തിലാണ് ഞാൻ ആ ഒരു ചിന്ത വന്നത്. ഇതിനു മുമ്പ് 3500-4000 രൂപയ്ക്കൊക്കെ ഓഫ്ലൈൻ പ്രോഗ്രാം ചെയ്തിരുന്നതാണ്. പക്ഷെ അതാണ് ഒരു ഒരു പാറ്റേൺ വേണം. നമുക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആകാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ മാറണം. ടോപ്പ് ലെവലിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നമുക്ക് ലോ ലെവലിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കാരണം ജനങ്ങളിലേക്ക് എത്തുക അതവിടെയാണ്. ഒത്തിരിയും പണമുള്ളവർ ഒത്തിരിയും സെർവ് ചെയ്ത് ചെയ്യുന്ന മെത്തേഡ് അല്ലാതെ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം. തീർച്ചയായിട്ടും സാറേ, അതിൽ വളരെ സന്തോഷമുള്ളത്. കാരണം അതാണ് ആവശ്യം, സൊസൈറ്റിക്ക് ആവശ്യം അതാണ്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു സാർ. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി ബിനോയ് സാറിന് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും താങ്ക് യു.